അംഗമട്ടഹാസം എന്ന സിനിമ മെയ് 8 തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിൻ്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത്. ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് കോക്ക് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. I collectively think no party is going to save our country or our state. Only good individuals with a strong backbone can. എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ അതേപോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട്. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു നല്ല മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു ക്രൗഡിലോട്ട് പോകുമ്പോൾ എന്ത് ഒരു പോസിറ്റീവായിട്ടാണ് അദ്ദേഹം എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ആബ്സല്യൂട്ട്ലി. രാഷ്ട്രീയ വിഷയമാണോ അത്? അച്ഛൻ അറിഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ വരെ അവരുടെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട് ജസ്റ്റ് ബിക്കോസ് ഓഫ് BJP ടാഗ്. യു ബിലീവിംഗ് ദാറ്റ് ആ ഒരു ഹേറ്റ് ക്യാമ്പയിൻ മാധവിന്റെ ഫിലിമോഗ്രഫിയിലും ബാധിക്കുന്നുണ്ട് എന്നുള്ളത്? Don't say no. I can't say no. എനിക്കെന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നും ഇല്ല എന്നൊരു തോന്നൽ എനിക്ക് ഇൻഡിവിജ്വലി എനിക്ക് വന്നു തുടങ്ങി. ഐ പ്രോമിസ് യു, ഇഫ് ഐ ഡോണ്ട് ഗെറ്റ് ഗുഡ് ഇൻ എ സർട്ടൻ എമൗണ്ട് ഓഫ് ടൈം ഇൻ ഓൾ യുവർ ഒപ്പീനിയൻസ്, ഞാൻ തന്നെ നിർത്തി ഒഴിഞ്ഞു വെക്കണം. നിങ്ങൾ നാളെ പടം ഞങ്ങൾ മൊത്തത്തിൽ ഡിഗ്രേഡ് ചെയ്യും. അശ്വന്ത് കോക്കിനൊക്കെ കൊട്ടേഷൻ പോയിട്ടുണ്ട്. എവിടെ പോയിട്ടുണ്ട്? അശ്വന്ത് കോക്കിനൊക്കെ അറിയാവോ? പഴയ കുക്കൂച്ച 2018 കുക്കൂച്ച എന്ന് പറയുന്ന ഫേസ്ബുക്ക് ഗ്രൂപ്പിന്റെ ഫൗണ്ടറാണ് ഞങ്ങള്. മനസ്സിലായി? ഒരു പടം അടിയുടെ അത്തോണ്ടാണ് നമസ്കാരം പ്രേക്ഷകരെ. അംഗമട്ടഹാസം എന്ന സിനിമ മെയ് 8 തിയേറ്ററുകളിലേക്ക് എത്തിയതാണ്. 5 ദിവസം കഴിഞ്ഞിട്ട് എൻ്റെ സിനിമയുടെ അണിയറ പ്രവർത്തകർ ആ സിനിമ പിൻവലിക്കുകയാണ് ചെയ്തത്. എന്തായിരുന്നു അതിന് പിന്നിലുള്ള കാരണം? സിനിമ ഇറങ്ങിയതിന് ശേഷം ഉണ്ടായ നെഗറ്റീവ് ക്രിറ്റിസിസം ചില റിവ്യൂവേഴ്സിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടായിരുന്നു. എല്ലാം തുറന്ന് സംസാരിക്കാൻ സിനിമയുടെ നായകനായ മാധവ് സുരേഷും നിർമ്മാതാവായ അനിൽകുമാറും ന്യൂസ് 18 ചേരുന്നു. നമസ്കാരം രണ്ടുപേർക്കും. മാധവിൽ നിന്ന് തുടങ്ങാം. മാധവ് കരിയർ ഷേപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്. ആൻഡ് ഈ റിവ്യൂവേഴ്സിൽ പ്രത്യേകിച്ച് ഈ അശ്വന്തിൻ്റെ പേരെടുത്ത് പറയാനാണെങ്കിൽ ഏകദേശം ഈ പടത്തിൻ്റെ റിവ്യൂവിന് യൂട്യൂബിൽ മാത്രം അദ്ദേഹത്തിന് കിട്ടിയ വ്യൂവർഷിപ്പ് എന്ന് പറയുന്നത് 2 ലക്ഷം പേരാണ് അദ്ദേഹത്തിൻ്റെ യൂട്യൂബ് വ്യൂവർഷിപ്പ്. അതിനകത്ത് ഭയങ്കരമായ നെഗറ്റീവാണ് അദ്ദേഹം പറയുന്നത്. മലങ്കൾട്ട് ഉൾപ്പെടെയുള്ള ടേമുകൾ അദ്ദേഹം യൂസ് ചെയ്യുന്നുണ്ട്. ഞാൻ അദ്ദേഹം പറഞ്ഞ ടേമാണ് പറയുന്നത്. ആ ടേം യൂസ് ചെയ്യുക, നിങ്ങളുടെ കഥ പൂർണ്ണമായും പറയുക, ക്ലൈമാക്സ് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ വിശദീകരിച്ച് പറയുക, അത് നെഗറ്റീവ് ടോണിൽ പറയുക. ആസ് എൻ ആക്ടർ ഇത് കേൾക്കേണ്ടി വരുന്നൊരു മാനസികാവസ്ഥ. സിനിമ നല്ലതാണ് മോശമാണ് അത് പറയാനൊന്നും ഇവിടെ ആർക്കും എതിർപ്പൊന്നുമില്ല. അത് പറയേണ്ടത് തന്നെയാണ്, എതിർക്കേണ്ടത് തന്നെയാണ്. പക്ഷേ ഇങ്ങനെ ഇൻഡെപ്ത് ആയിട്ട് ഡീറ്റെയിൽ പോകുമ്പോഴേക്കും ഇത്രയും കോടി മുടക്കുന്ന നിർമ്മാതാക്കൾക്ക് എന്ത് വിലയാണുള്ളത്, അഭിനയിച്ച നടൻ എന്ത് വിലയാണുള്ളത്? ഇപ്പോൾ പ്യൂർലി ഫ്രം എൻ ആക്ടേഴ്സ് പെർസ്പെക്റ്റീവ്, ഒരു നടൻ്റെ കാഴ്ചപ്പാടിൽ പറയാനാണെങ്കിൽ എന്നെ എന്നും വളരാൻ സഹായിക്കുന്നത് എനിക്ക് കിട്ടുന്ന പോസിറ്റീവ്സ് അല്ല, ക്രിറ്റിസിസമാണ്. എൻ്റെ അഭിനയത്തിൽ എനിക്ക് എന്ത് ബെറ്റർ ആക്കാൻ പറ്റും, വെദർ ഇറ്റ്സ് എൻ ഇമോഷണൽ റേഞ്ച്, വെദർ ഇറ്റ്സ് ദ കൊമീഡിക് റേഞ്ച്, ഓർ വെദർ ഇറ്റ്സ് ആക്ഷൻ, എനിത്തിങ് സീരിയസ് ആയിട്ട് ചെയ്യുന്നൊരു ക്യാരക്ടറിനാവാം. ഇതെല്ലാം ഒരു പ്രേക്ഷകൻ ഈ സിനിമ കണ്ട് നമ്മുടെ സോഷ്യൽ മീഡിയ വഴിയോ അല്ലെങ്കിൽ എങ്ങനെയെങ്കിലുമൊക്കെ റീച്ച് ഔട്ട് ചെയ്ത് നമ്മുടെ അറിവിലോട്ട് എത്തിക്കുന്നതാണ്. റിവ്യൂവേഴ്സ് വരെ ഇവരുടെ എല്ലാം ഈ ക്രിറ്റിസിസം ഓണസ്റ്റ് ക്രിറ്റിസിസം ആണെങ്കിൽ അതിലൂടെ എനിക്ക് വളരാൻ പറ്റും. എനിക്കെന്നല്ല ഏതൊരു നടനും അങ്ങനെ വളരത്തുള്ളൂ. ബട്ട് ഇപ്പോൾ നേരത്തെ എടുത്ത് പറഞ്ഞ പോലെ അശ്വന്ത് കോക്ക്, ഉണ്ണി വ്ളോഗ്സ്, ഐ തിങ്ക് ഫ്യൂ ഓഫ് ദം, എല്ലാവരുടെ പേരും എടുത്തു പറയാൻ പറ്റുന്നില്ല. എന്നാലും പറയുക, ടോട്ടൽ ഉള്ള ഈ യൂട്യൂബിൽ സിനിമ റിവ്യൂ ചെയ്തിരുന്ന ആൾക്കാരിൽ ഒരു 5% 10% ആൾക്കാരായിരിക്കും ഈ നെഗറ്റീവ് എന്ന് പറയുന്നത്. ആ നെഗറ്റീവ് എന്ന് പറയുന്ന ക്രിറ്റിസിസം അല്ല. ഇറ്റ് ഗോട്ട് ടു എ പോയിന്റ് വെയർ വാസ് അബ്യൂസ്. ഇറ്റ് വാസ് ഇൻസൾട്ട്സ് ഹേർഡ് ടുവേർഡ്സ് എ മൂവി. ഫ്രീഡം ഓഫ് സ്പീച്ച് ഒക്കെ ഉള്ള ഒരു സാഹചര്യത്തിൽ അതിനെ വരെ അബ്യൂസ് ചെയ്യുന്ന രീതിയിലാണ്. ഇപ്പോൾ അശ്വന്ത് കോക്കിൻ്റെ കാര്യം പറയാനാണെങ്കിൽ, ഇപ്പോൾ ചേട്ടൻ തന്നെ നേരത്തെ മെൻഷൻ ചെയ്യാത്തൊരു പോയിന്റ് ഉണ്ടായിരുന്നു. ഐ എം നോട്ട് ഷുവർ ഐ കുഡ് മെൻഷൻ ദിസ് ഓൺ എ ന്യൂസ് ചാനൽ. ഇഫ് ഐ ഷുഡ്, സ്റ്റിൽ ഗോയിങ് ഫോർ. എനിക്കറിയത്തില്ല, ഒരു ആക്ഷൻ സീക്വൻസ് ഒക്കെ ചെയ്യുമ്പോൾ അറിയാതെ നമ്മുടെ ഷർട്ടൊക്കെ ഒന്ന് പൊങ്ങിപ്പോവും, പാൻറ്റ് ചിലപ്പോൾ ഒന്ന് ലൂസായത് കാണും. എൻ്റെ അണ്ടർവെയർ കണ്ടതിനെ പറ്റി വരെ അതിന് വരെ കളർ മാറ്റി, അതായത് ഇങ്ങനെ ഒരു പൊളിറ്റിക്കൽ പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്യാൻ വേണ്ടി ഓറഞ്ച് അണ്ടർവെയർ എന്ന് പറയുന്നു. ഇപ്പോൾ വാട്ട് റെലവൻസ് ഡസ് ദിസ് മേക്ക്? ഒരു ഫിലിം റിവ്യൂവർ, ഒരു ഫിലിം ക്രിട്ടിക്കോ ആണെങ്കിൽ ഐ യു ഗോണ ബി ഫോക്കസിങ് ഓൺ സംവൺസ് ക്ലോതിങ് ഫോർ ദാറ്റ് ഫിലിം? ആ രീതിയിൽ വരെ അശ്വന്ത് കോക്ക് പറഞ്ഞിട്ടുണ്ട് ഒരു റിവ്യൂവിൽ. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് അബൌട്ട് ഹിം. ഉണ്ണി വ്ളോഗ്സ് എന്ന ഒരാൾ,
ഐ തിങ്ക് ഹി വാസ് ദ വൺ ഹു ഗേവ് അവേ ദ സ്ക്രിപ്റ്റ് ഫസ്റ്റ്. അതിൻ്റെ ക്ലൈമാക്സിൽ വന്ന പല കാര്യം ഉണ്ണി വ്ളോഗ്സോ വേറൊരാളോ ആണ്, എനിക്ക് കൃത്യം പേര് അറിയത്തില്ല. സിനിമയുടെ ഇപ്പം നമ്മളൊരു ആക്ഷൻ ത്രില്ലറാണ് നമ്മൾ ഇറക്കിയിരിക്കുന്നത്. അപ്പം അതിൻ്റെ പ്ലോട്ട് വിടുകയെന്ന് പറയുന്നത് എന്നത് ആ സിനിമയുടെ പേർപ്പസ് അവിടെ തീരുവാണ്. വാട്ട് ഈസ് ദ പേർപ്പസ് ഓഫ് ആ ഫിലിം? ടു ഗെറ്റ് ടു ദ പ്ലോട്ട്. ആ പ്ലോട്ടാണ് സിനിമയുടെ റിലീസ് കഴിഞ്ഞാൽ അടുത്ത ദിവസം യൂട്യൂബിൽ റിവ്യൂസിൽ വന്നത്. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദാറ്റ്സ് ഫെയർ. എനിക്കത് എങ്ങനെ ഫെയർ എന്ന് വിചാരിക്കാൻ എനിക്കറിയത്തില്ല. കാര്യം ഇത്രയും കഷ്ടപ്പെട്ടൊരു പ്രൊഡ്യൂസർ, അദ്ദേഹം ഒരു കോർപ്പറേറ്റ് മേഖലയിലുള്ള ഒരാളല്ല, ഇൻഡിപെൻഡൻ്റ് ആയിട്ട് വക്കീലായിട്ട് വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ ഹാർഡ് ഓൺ ക്യാഷ് ഇട്ടൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്തു. ആ കോണ്ടന്റിന് റൈറ്റ്സ് ഉണ്ട്. അതായത് തിയേറ്ററിൽ നിൽക്കുന്ന ഒരു സിനിമയെ പറ്റി യൂട്യൂബ് പോലൊരു പ്ലാറ്റ്ഫോമിലോ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസിലോ ഇൻഫർമേഷൻ കൊടുക്കുന്ന രീതിയിൽ ഇടാൻ പാടില്ല എന്നുള്ള നിയമങ്ങളും ഉണ്ട്. ഈ നിയമങ്ങളൊക്കെ ഉണ്ടായിട്ടും അശ്വിൻ കോക്കും ഇവരൊക്കെ ഇട്ട വീഡിയോസ് ഇപ്പോഴും യൂട്യൂബിലുണ്ട്. ആ പ്രൊട്ടക്ഷൻ എൻ്റെ സിനിമയോട് ആരും കാണിച്ചിട്ടില്ല. നമ്മൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. സ്റ്റിൽ നോ പ്രൊട്ടക്ഷൻ. ആൻഡ് ഐ ഫീൽ ലൈക്ക് ഈ ഒരു സാഹചര്യത്തിൽ ഞാൻ പറഞ്ഞ പോലെ ക്രിറ്റിസിസം അല്ല, ഇത് ഇൻസൾട്ട്സിലോട്ട് പോവുകയാണ്. ഒരാളുടെ വർക്കിനെ മാനിക്കാത്ത രീതിയിൽ, എൻ്റെ വർക്കല്ല ഞാൻ പറയുന്നത്, പ്രൊഡ്യൂസറിൻ്റെ വർക്ക്, ഡയറക്ടറിൻ്റെ വർക്ക്, ഇതിനെയൊക്കെ അവഹേളിക്കുന്ന രീതിയിൽ ഇത് കാണാത്തൊരു പ്രേക്ഷകൻ ഫസ്റ്റ് കാണാൻ പോകുന്നത്, സിനിമ കാണുന്നതിന് മുന്നേ ഈ റിവ്യൂ ആയിരിക്കും കാണുന്നത്. അവരെ അവരുടെ തോട്ടും അല്ലെങ്കിൽ തോട്ട് പ്രോസസ്സും മാനിപ്പുലേറ്റ് ചെയ്യാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുന്നത് തന്നെ ഒരു വലിയ തെറ്റാണ്. ആൻഡ് ഞാൻ അഗൈൻ ഇന്നൊരു പ്രസ് കോൺഫറൻസ് ഇപ്പോൾ കഴിഞ്ഞിട്ടാണ് വരുന്നത്. ഈ പ്രസ് കോൺഫറൻസ് നടക്കുന്നതിലൂടെ ഞാൻ അറിഞ്ഞ കുറച്ച് കാര്യങ്ങളുണ്ട്. ഇതൊക്കെ കേട്ടറിവായിരുന്നു. തെളിവോടെ അവിടെ ഇരുന്ന ആൾക്കാർ തന്നെ പറയുമ്പോഴേ അറിയുന്നത് ഹി ടേക്സ് മണി ടു ഡു റിവ്യൂസ് എന്നൊക്കെ ഉള്ളത്. ഐ തിങ്ക് ദാറ്റ് ഷുഡ് ബി ചെക്ക്ഡ് ഇൻ ടു. അതൊരു ഇറ്റ്സ് എ ക്രിമിനൽ ഒഫൻസ്. ഡയറക്റ്റ് പേയ്മെൻറ്റ്സ് അല്ല റിസീവ് ചെയ്യുന്നത്, വേറെ ബിനാമി വഴിയാണ് കിട്ടുന്നത്. എനിക്ക് അറിയത്തില്ല സത്യം പറഞ്ഞാൽ. ഐ എം ഫിഗറിങ് ഔട്ട് അബൌട്ട് ദിസ് ടുഡേ. അത് ശരിയാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് എൻ്റെ സിനിമയോടൊന്നും മാത്രമല്ല. അശ്വിൻ കോക്ക് ആദ്യമായിട്ടല്ല ഒരു സിനിമേനെ അവഹേളിക്കുന്നത്. ഇത്രയും ആൾക്കാർ കഷ്ടപ്പെട്ട് ചെയ്യുന്നൊരു വർക്കിനെ ഇത്രയും ഈസി ആയിട്ട് ഫോർ മോണിറ്ററി പേർപ്പസസ് ഓർ എനി പേഴ്സണൽ റീസൺസ് ഇങ്ങനെ അവഹേളിക്കപ്പെടുക എന്ന് പറയുന്നത് സമ്മതിച്ചു കൊടുക്കുന്നത് തന്നെ കുറച്ച് അൺഫെയർ ആയിട്ട് എനിക്ക് തോന്നി. ആൻഡ് അഗൈൻ വി ലോസ്റ്റ് ഔട്ട് ഓൺ അവർ ഫിലിം. നമ്മളൊരു സിനിമ ഇറക്കി അതിൻ്റെ 5-ാം ദിവസം നമ്മൾ തന്നെ തീരുമാനിച്ച് പ്രൊഡ്യൂസറിൻ്റെ മെയിൻ ഇനിഷ്യേറ്റീവോടെ ആ സിനിമ തിയേറ്ററിൽ നിന്ന് പുൾ ചെയ്യേണ്ടി വരുമെന്ന് തന്നെ നമ്മൾ സന്തോഷത്തോടെ ചെയ്തതല്ല, തീർച്ചയായിട്ടും വിഷമത്തോടെ ചെയ്തതാണ്. ബട്ട് ദീസ് ആർ ദ റീസൺസ്. ഞാൻ ഇന്നും പറയുക, എൻ്റെ സിനിമയ്ക്ക് ഒരു പോസിറ്റീവ് പറയുന്നതിനെക്കാട്ടിലും ആർക്കെങ്കിലും ഒരു ക്രിറ്റിസിസം കണ്ടുപിടിക്കാൻ പറ്റിയ എനിക്കതാണ് വേണ്ടത്. ബിക്കോസ് ഐ വോണ്ട് ടു കീപ് ഗെറ്റിംഗ് ബെറ്റർ. അതിനൊരു അവസരം പോലും എനിക്ക് കിട്ടരുതെന്നുള്ള രീതിയിലാക്കി തരുന്ന പോലത്തെ it just feels like foul play. I think so you're not afraid of criticisms. Insults പറ്റില്ല. I shouldn't be afraid of criticism. കാര്യം പ്രേക്ഷകനാണ് ഒരു ആക്ടറിൻ്റെ ക്വാളിറ്റി ഡിസൈഡ് ചെയ്യേണ്ടത്. ആസ് മച്ച് as if I work on a film, ഒരു ഡയറക്ടറിന് എൻ്റെ പെർഫോമൻസ് ഇഷ്ടപ്പെട്ടാലും അത് പ്രേക്ഷകൻ ഇഷ്ടപ്പെടുമ്പോഴാണ് അത് വിജയമാവുന്നത്. ആ പ്രേക്ഷകൻ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് ഓണസ്റ്റ് ആയിട്ട് കണ്ടു പറയുന്ന പ്രേക്ഷകൻ എന്താ പറയുന്നതെന്ന് എനിക്കറിയാം. എൻ്റെ ഇൻസ്റ്റഗ്രാം ഹാൻഡിലാണെങ്കിലും എൻ്റെ വാട്സാപ്പിലാണെങ്കിലും എനിക്ക് പേഴ്സണലി ആൾക്കാർ നമ്പർ എടുത്ത് മെസ്സേജ് അയക്കാറുണ്ട്. I've had positive comments, I've had negative comments. ഇംപ്രൂവ് ചെയ്യണമെന്നുണ്ട്. ആ ക്രിറ്റിസിസത്തിൽ പോലും ഞാനത് വായിച്ചു കഴിഞ്ഞാൽ ഐ ഹാവ് ടു ചേഞ്ച് 90 or 95% ഓഫ് തിങ്സ് ദാറ്റ് ഐ എം ഡൂയിങ് എന്ന് വരെയുള്ള ക്രിറ്റിസിസം വരെ വായിച്ച് അക്സെപ്റ്റ് ചെയ്യുന്ന ഒരാളാണ് ഞാൻ. എവറി ഹ്യൂമൻ ഹാസ് ദ പെർസ്പെക്റ്റീവ്. സോ അങ്ങനത്തെ ഒരു ക്രിറ്റിസിസം ഇതുവരെ ഞാൻ ഡിനൈ ചെയ്തിട്ടില്ല, ഞാൻ റിജക്ട് ചെയ്തിട്ടില്ല. ഐ ഓൾവേസ് ആസ്ക് ഫോർ ദാറ്റ്. ബട്ട് വെൻ ഇറ്റ് ഗെറ്റ്സ് ടു എ പോയിന്റ് ലൈക്ക് ഐ സെഡ്, അത് ഇൻസൾട്ടിങ് ആകുമ്പോഴത്തേക്കും എന്നെ മാത്രമല്ല ഇത് അഫക്റ്റ് ചെയ്തിരിക്കുന്നത്. സ്വന്തം കാശ് ഇറക്കിയ ഒരു പ്രൊഡ്യൂസർ ഇപ്പോൾ ഇവിടെ വന്നിരിക്കുകയാണ്. അദ്ദേഹത്തിൻ്റെ ഒരു സിനിമ തിയേറ്ററിൽ നിന്ന് 5 ദിവസത്തിൽ നിന്ന് പുൾ ചെയ്യേണ്ടി വന്നു. അഗൈൻ ഈ നെഗറ്റീവ് റിവ്യൂസ് പറയുന്നതിൻ്റെ കൂടെ വേറെ പല കാര്യങ്ങളും അതിനിടയ്ക്ക് സംഭവിച്ചിട്ടുണ്ട്. അതായത് ഫസ്റ്റ് ഡേ നമ്മുടെ ഫസ്റ്റ് ഷോ നടന്നത് വനിത തിയേറ്ററിലാണ്. സം ടെക്നിക്കൽ ഗ്ലിച്ച് ഹാപ്പൻഡ് ഓവർ ദർ. മെയ് 8-ാം തീയതി രാവിലെ 9 മണി വരെയും ഷോ ടൈം കാണിച്ചിരുന്നത് 12:45 PM ആണ്. 9 o'clock ടുവേർഡ്സ് ആ ഒരു ടൈം ആയപ്പോഴത്തേക്കും വളരെ പെട്ടെന്ന് ടൈം അപ്ഡേറ്റ് ആയിട്ട് 10 AM ഷോയിലോട്ടാണ് വന്നിരിക്കുന്നത്. ഇപ്പം എൻ്റെ ഫാമിലിയിൽ പോലും ഇത് കാണാൻ ആൾക്കാർ ടിക്കറ്റ് എടുത്ത് വെച്ചിരുന്ന ആൾക്കാർക്ക് ഈ ഷോ ടൈം മാറിയോണ്ട് ദേ കുഡന്റ് മേക്ക് ഇറ്റ് ഓൺ ടൈം. നമ്മുടെ ഫസ്റ്റ് ഷോ തുടങ്ങി വി വർ ഗിവൺ എ ഡിഫിക്കൽട്ട് ബാറ്റിൽ. നമ്മുടെ ഫസ്റ്റ് ഷോ കാണാൻ ടിക്കറ്റ് എടുത്തിരുന്ന ആൾക്കാർക്ക് പോലും എത്താൻ പറ്റിയിട്ടില്ല. ഇതുപോലൊരു സിനിമയ്ക്ക് ചിലപ്പോൾ സംഭവിച്ചിട്ടുണ്ടായിരിക്കാം, പക്ഷെ എൻ്റെ അറിവിൽ അത് ഞാൻ ആദ്യമായിട്ട് ഇങ്ങനെ കേൾക്കുന്നത്. ചോദിച്ചു ഒരു ക്ലാരിറ്റി ഉള്ള ആൻസർ. ഇപ്പോൾ ഞാൻ ഒരു വെർബൽ കോൺവെർസേഷൻ ആയിരുന്നു. ഇഫ് എനിത്തിങ് സീരിയസ് ഹാപ്പൻഡ് ഇറ്റ്സ് മോസ്റ്റ്ലി ബിറ്റ്വീൻ ദ പ്രൊഡ്യൂസർ ആൻഡ് ദ ഡയറക്ടർ ആൻഡ് ദം. ഒരു ക്ലിയർ ആൻസർ അവർക്കും കിട്ടിയിട്ടില്ല എന്തുകൊണ്ടാണ് സംഭവിച്ചതെന്ന്. പിന്നെ ഇത് മാത്രമല്ല, ഞാൻ പല തിയേറ്റേഴ്സിലും, ഇതൊന്നും ഞാൻ നെയിം ചെയ്യത്തില്ല തിയേറ്റേഴ്സ് ഏതൊക്കെയാണ്, ബിക്കോസ് എനിക്ക് ഐ ട്രൂലി ബിലീവ് ദാറ്റ്
തിയേറ്റേഴ്സ് ആണ് സിനിമകളെ പ്രോപ്പർ വിജയങ്ങളിലോട്ട് എത്തിക്കുന്നത്. അപ്പോൾ ഈ തിയേറ്റർ ഓണേഴ്സിൻ്റെ ഒരു ഗ്രൂപ്പ് ഉണ്ട്, തിയേറ്റർ ഓണേഴ്സ് അസോസിയേഷനായിട്ട് ഞാൻ ഒരു ഫേസ് ടു ഫേസ് ഒരു കോൺവെർസേഷൻ, എൻ്റെ ഒരു വിഷമം എനിക്ക് ഉണ്ടായത് അറിയിക്കാനായിട്ടൊരു അവസരം അവരായിട്ട് ഞാൻ ചോദിക്കും. തീർച്ചയായിട്ടും അവരായിട്ട് ഇരുന്ന് ഞാൻ സംസാരിക്കും. കാര്യം പലയിടത്തും ഇപ്പോൾ നമ്മുടെ ഡയറക്ടർ വരെ പോയി കൂടെ ക്രൂ ആയിട്ട് പോയി കണ്ട ഷോസിൽ, അവർ മെയിൻലി ട്രിവാൻഡ്രത്താണ് കണ്ടത്, പലയിടത്തും ഫസ്റ്റ് ഹാഫിൽ ഓഡിയോ ക്വാളിറ്റിയും വിഷ്വൽ ക്വാളിറ്റിയും ലോവർ ഔട്ട്പുട്ടിലായിരുന്നു ഇട്ടിരുന്നത്. സെക്കൻഡ് ഹാഫ് അവർ പോയി അത് പരാതി പറഞ്ഞ് അവർ കറക്റ്റ് ചെയ്തപ്പോൾ നമ്മൾ സിനിമ ഇറക്കിയ ഔട്ട്പുട്ടിലോട്ടായി. ഐ ഡെഫിനറ്റ്ലി ഹാവൻറ്റ് ഹേർഡ് ഓഫ് ദിസ് ഹാപ്പനിങ്. ഇത് എവിടെയും സംഭവിക്കുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഒരു സിനിമ തോന്നുന്നുണ്ട് ബിക്കോസ് ഷോ ടൈമിംഗ് മാറുക, ഓഡിയോ വിഷ്വൽ മാറുക, എല്ലാം കൂടെ ഒരുമിച്ച് സംഭവിക്കില്ലല്ലോ ഒരു പടത്തിന്. എനിക്കറിയത്തില്ല, അത് ഞാൻ മാത്രമല്ലല്ലോ ഈ സിനിമയിൽ അഭിനയിച്ചിട്ടുള്ളത്. ഇപ്പോൾ ടെക്നിക്കൽ ക്രൂവിനെ മാറ്റി വെച്ചാലും ഐ ഡോണ്ട് നീഡ് ടു ഇൻട്രൊഡ്യൂസ് സൈജു കുറുപ്പ്, I don't need to introduce Shine Tom Chacko. I don't need to introduce Alencia Le Lopez, Nandalal Krishnamurthy, Maqbool Salman. Everybody knows who these people are. ഇവരും കൂടെ അഭിനയിച്ച സിനിമയല്ലേ. അപ്പോൾ പക്ഷേ you are the center of the film, right? I am the storyteller. The story is being told through my character, but every role has its own importance in the film. അപ്പോൾ ഇത്രയും എക്സ്പീരിയൻസ് ആർട്ടിസ്റ്റും ഒരു ഡയറക്ടറിനെ ഹാപ്പിയാക്കി അവരുടെ പൊതുവെയുള്ള പെർഫോമൻസസ് ക്രൗഡിൽ ഹാപ്പി ആവുന്നതാണ്. അവരുടെ ഈ സിനിമയിൽ അവരുടെ പെർഫോമൻസിന് ക്രിറ്റിസിസം കിട്ടിയിട്ടില്ല ഒരുപാട്. പക്ഷേ ഹൗ ഡിഡ് ഓൾ ഓഫ് ദിസ് ഹാപ്പൻ ഈവൻ ആഫ്റ്റർ ദാറ്റ്? എനിക്ക് അതിന് സത്യം പറഞ്ഞൊരു ഉത്തരം കിട്ടിയിട്ടില്ല. നമുക്ക് എന്നും വി കൻ ഓൺലി മൂവ് ഫോർവേഡ്. നമുക്ക് എന്ത് സംഭവിച്ചു എന്ന് പറഞ്ഞ് ഒന്നില്ലെങ്കിൽ ഇത് ആലോചിച്ചിരിക്കാം, അല്ലെങ്കിൽ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്താ, നമ്മൾ ആർക്ക് വേണ്ടിയാണ് സിനിമ ചെയ്യുന്നത്? പ്രേക്ഷകർക്ക് വേണ്ടി. പ്രൊഡ്യൂസർ വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം റിസ്കിൽ, ഞാൻ പറഞ്ഞ പോലെ ഒരു ആക്ഷൻ ത്രില്ലറിൻ്റെ പ്ലോട്ട് കുറേ യൂട്യൂബേഴ്സ് കാരണം പുറത്ത് വന്നതുകൊണ്ട് വീണ്ടും അദ്ദേഹത്തിൻ്റെ സ്വന്തം കാശിറക്കി അദ്ദേഹം ഈ സിനിമ റീ എഡിറ്റ് ചെയ്ത് അതിൻ്റെ ക്ലൈമാക്സ് പ്ലോട്ട് ഓബ്വിയസ്ലി വി കനോട്ട് പ്രസൻറ്റ് ദ സെയിം പ്ലോട്ട്, വി ഹാവ് ടു ചേഞ്ച് ദാറ്റ് നൗ. നമ്മുടെ ക്രിയേറ്റീവ് ടീം അതിൽ ഓൾറെഡി വർക്ക് ചെയ്യുന്നുണ്ട്. വി ആർ ഗോണ ഡു ദിസ് ഫോർ ദ പീപ്പിൾ. കാര്യം പ്രേക്ഷകനെ ഈ സിനിമ നമ്മുടെ വർക്ക് കാണിക്കാനാണ്. ആ പ്രേക്ഷകനിലോട്ട് പ്രോപ്പറായിട്ട് എത്തിപ്പെടാനുള്ള പല അവസരങ്ങളും നമുക്ക് കിട്ടിയിട്ട് പോലുമില്ല. ഈ ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത കാരണങ്ങൾ കാരണം ഐ റിയലി ഹോപ്പ് ഇറ്റ് മേക്സ് സെൻസ്. നമുക്ക് ജെന്യുവൻലി സംഭവിച്ച ഇഷ്യൂസ് ആണ് ഈ പറയുന്നത്. സോ we have a commitment towards towards the audience, the general population. അതിനു വേണ്ടി മാത്രം നമ്മൾ ഈ സിനിമ അവർക്ക് അവരുടെ 150 രൂപ 200 രൂപ കൊടുത്തു പോയി ഒരു ടിക്കറ്റ് എടുത്ത് കാണുന്നതിന് വിലയുള്ള രീതിയിലോട്ടാക്കിയിട്ട് അവർക്ക് ആ സസ്പെൻസ് ഫാക്ടർ വീണ്ടും കൊടുത്ത് ഇനി നെക്സ്റ്റ് ടൈം നമ്മൾ ഇത് ഇറക്കുമ്പോഴത്തേക്കും ഒരിക്കലും ഇങ്ങനെ ഒരു യൂട്യൂബറിന് നമ്മുടെ ഹാർഡ് വർക്കിനെ ഡിസ്റിഗാർഡ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള കോൺഫിഡൻസും സപ്പോർട്ടും കിട്ടിയതിന് ശേഷം നമ്മൾ ഈ സിനിമയും കൊണ്ട് തിരിച്ചു വരും, റീ റിലീസ് ചെയ്യും. വെരി ക്ലിയർ. അല്ലാണ്ട് ഈ പടത്തിനെ പറ്റി സംസാരിക്കുമ്പോൾ അപ്പം മാധവ് പറഞ്ഞ ലാസ്റ്റ് പോയിന്റ് ഞാൻ തുടങ്ങാം. ഈ സസ്പെൻസ് ഫാക്ടർ പുറത്ത് വരുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾക്ക് പുതിയൊരു പ്ലോട്ട് ബിൽഡ് ചെയ്യേണ്ടി വരുമല്ലോ. ഇത് പുതുതായിട്ട് കൊണ്ടുവരിക, വീണ്ടും ഷൂട്ട് ചെയ്യുക, എഡിറ്റ് ചെയ്യുക, ഹ്യൂമങ്കസ് പ്രോസസ്സാണല്ലോ ഇത്. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് നിങ്ങൾ ചെയ്താലും ഇപ്പോൾ നാളെ നിങ്ങൾ റീ റിലീസ് ചെയ്താൽ പോലും ഇതേപോലെ യൂട്യൂബേഴ്സും റിവ്യൂവേഴ്സും അത് നാളെ ഇത് ലീക്ക് ചെയ്യില്ല എന്നതിനും യാതൊരു ഗ്യാരണ്ടിയും ഇല്ല. ചിലപ്പോൾ സംഭവിക്കാം, ഉറപ്പായിട്ട് സംഭവിക്കാം. അത് ടാക്കിൾ ചെയ്യാനുള്ള വഴി എന്താണ് എന്നുള്ളത് ചോദ്യമാണ്. അത് അത്തരത്തിലൊരു ഉറപ്പുണ്ടാക്കിയതിന് ശേഷം മാത്രമേ. എങ്ങനെ ഉറപ്പ്? അത് നമ്മൾ ഇപ്പോൾ ഇതുമായി ബന്ധപ്പെട്ട് CM ഒരു പരാതി കൊടുക്കുന്നുണ്ട്. അതിലുപരി ഹൈക്കോടതിയിൽ കേസ് മൂവ് ചെയ്യുന്നുണ്ട്. ഓക്കെ, ഇത്തരത്തിൽ നമുക്ക് സാമ്പത്തിക നഷ്ടം ഉണ്ടാക്കിയ വ്യക്തികളെ എങ്ങനെ നമുക്ക് ഇനി ഇത്തരത്തിൽ മറ്റു പ്രൊഡ്യൂസേഴ്സിനും എനിക്കും ബുദ്ധിമുട്ടുണ്ടാകാതെ എങ്ങനെ കറക്റ്റ് ചെയ്യാം എന്നുള്ളതിനെക്കുറിച്ച് എൻ്റെ സീനിയർ അഡ്വക്കേറ്റ്സുമായിട്ട് ഞാൻ ഓൾറെഡി സംസാരിച്ചിട്ടുണ്ട്. അപ്പോൾ അവർ അതിൻ്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് നീങ്ങാം എന്ന് ഉറപ്പ് നൽകിയിട്ടുണ്ട്. എന്താണ് ആക്ച്വലി ഇതിൽ നിങ്ങൾ 5 ദിവസം കഴിഞ്ഞ് പിൻവലിക്കാനുള്ള കാരണം? അതായത് ഈ കഥ ലീക്കായി എന്നതിൻ്റെ കാരണം കൊണ്ട് മാത്രമാണോ? അതാണോ? അത് മാധവ് ഇപ്പം അത് മെൻഷൻ ചെയ്തു. എന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ നമ്മളിപ്പോൾ ആദ്യത്തെ ഷോ കഴിഞ്ഞ ഉടനെ തന്നെ ഇതിൻ്റെ സ്റ്റോറി മൊത്തം വെളിയിൽ പറയുക, ക്യാരക്ടർ റിവീൽ ചെയ്യുക, ക്ലൈമാക്സ് റിവീൽ ചെയ്യുക. അപ്പം ഇത്തരത്തിലുള്ള പ്രവൃത്തികൾ കൃത്യമായിട്ടും ഈ മാധവ് പറഞ്ഞ അത്തരത്തിലുള്ള യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്ത്, എല്ലാവരും അല്ല കേട്ടോ, അത്തരത്തിലുള്ള യൂട്യൂബേഴ്സിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടായിട്ടുണ്ട്. ആ ഒരു ടോട്ടൽ ഉള്ളതിലൊരു 5% ഈ നെഗറ്റീവ് ചെയ്യുന്നത്. പക്ഷേ ഇതിനെതിരെ നമ്മൾ റിയാക്ട് ചെയ്യുമ്പോഴും അതിൻ്റെ റിസൾട്ട് അനുഭവിക്കാൻ പോകുന്ന ഈ നേരോടെ ചെയ്യുന്ന 95% ആൾക്കാർക്കും അത് കിട്ടും. നമുക്ക് അതുപോലും വേണ്ട. ബട്ട് അൺഫോർച്ചുനേറ്റ്ലി ബിക്കോസ് ഓഫ് ദീസ് ഫ്യൂ, ഐ എം ജസ്റ്റ് ഗോണ സേ ബാഡ് പീപ്പിൾ, എ ലോട്ട് ഓഫ് ഗുഡ് പീപ്പിൾ ഹാവ് ടു സഫർ ടു. കാര്യം നമ്മളത് മൂവ് ചെയ്യുമ്പോഴത്തേക്കും അവരുടെ റൈറ്റ്സും കൂടെ കട്ട് ചെയ്യുന്ന രീതിയിലായിരിക്കും ഇതിൻ്റെ ഡിഫൻസ് ഉള്ളൂ. We don't want that. We want everyone to have an opportunity to express themselves, but not like this. ഈ സിനിമയുടെ റിലീസിന് മുമ്പ് തന്നെ ഇതിനൊരു നെഗറ്റീവ് ഓഡിയോ ക്ലിപ്പ് പബ്ലിഷ് ചെയ്തിട്ട് നിങ്ങൾ ഇപ്പൊ തന്നെ തന്നിരുന്നു കയ്യിൽ തന്നെ. അപ്പം
റിലീസിന് മുമ്പ് ഇങ്ങനെ ഒരു പ്ലാന്റ് അറ്റാക്ക് വരുന്നുണ്ട്, ഇതാണ് എന്നുള്ളത് ഇപ്പൊ അതിനെപ്പറ്റി പറയാനാണെങ്കിലും അത് നമുക്ക് കിട്ടിയ ഒരു വേർബൽ ത്രെട്ട് ആണ്. അതിന്റെ ഒത്തന്റിസിറ്റി പോലും എത്രയും നമുക്കും അറിയത്തില്ല. അതാവാതിരിക്കാം, പക്ഷെ ഇങ്ങനെ ഒരു സാധനം നമ്മുടെ കയ്യിൽ വന്നിട്ടുണ്ട്. അങ്ങനെ ഒരു സാധനം വന്നിട്ടുണ്ട്, പക്ഷെ അത് റിയാലിറ്റിയിലാവുമ്പോഴേക്കും പിന്നെ അപ്പോൾ നിങ്ങൾക്ക് തോന്നില്ല അതിനകത്തൊരു ഒത്തന്റിക് ആയിരിക്കാം. ആ തോന്നൽ കൊണ്ട് മാത്രമാണ് നമ്മൾ ബാക്കി കാര്യങ്ങളോട്ട് അന്വേഷിച്ചു പോയത്. ആ അന്വേഷണത്തിലൂടെയാണ് ഇത്രയും കാര്യങ്ങൾ നമുക്ക് അറിയാൻ പറ്റിയത്. അതായത് again one more thing that I didn't mention, നമ്മൾ ഈ സിനിമ ഇന്ത്യയിൽ മാത്രമേ റിലീസ് ചെയ്തിട്ടുള്ളൂ. ഇതിൻ്റെ ഫസ്റ്റ് ഡേ ഷോ കഴിഞ്ഞ് ഐ തിങ്ക് ഈ 10 o'clock ഷോ കഴിഞ്ഞ് ഐ തിങ്ക് ഒരു 12:30 ഒക്കെ ആകുമ്പോഴാണ് കഴിയുന്നത്. 2:05 2:05 PM ഖത്തർ ബേസ്ഡ് ആയിട്ടുള്ള ഒരു ആൾ റിവ്യൂ ഇട്ടിരിക്കുക ഈ സിനിമയുടെ. ഹൗ ഡിഡ് യു വാച്ച് ദ ഫിലിം? എനിക്കറിയത്തില്ല എങ്ങനെ ആ സിനിമ കണ്ടേന്ന്. ഒന്നില്ലേ പൈറസി ആയിരിക്കും, പക്ഷേ ഫസ്റ്റ് ഷോ എനിക്കറിയത്തില്ല. ആ റിവ്യൂ അപ്പം എൻ്റെ മനസ്സിലെന്താ, ഈ സിനിമ കാണാതെ അതാണ് അവിടെ ഈ ഹെയ്റ്റ് ക്യാമ്പയിനിങ് എന്ന് പറയുന്നത്. കാണാതെ അതിനെപ്പറ്റി നെഗറ്റീവ് പറയുന്നതിനെ കുറിച്ച് എനിക്ക് വേറെ എന്താ പറയാനുള്ളത്? രാഷ്ട്രീയ വിഷയമാണോ വിഷയം എന്ന് പറഞ്ഞാൽ ആര് വന്നാലും എന്ത് വന്നാലും എൻ്റെ നാട് നന്നായാൽ മതി എന്ന് മാത്രം ആഗ്രഹിക്കുന്ന ഒരാളാണ് ഞാൻ. ഞാൻ ചോദിക്കുന്നത്, യു ആർ നോട്ട് ഇൻ എനി പൊളിറ്റിക്കൽ പാർട്ടി, യു ഹാവ് നെവർ സെഡ് എനി സ്റ്റേറ്റ്മെന്റ് റിഗാർഡിംഗ് ഇറ്റ്. ഞാൻ ഈ പാർട്ടി വിശ്വസിക്കുന്ന വ്യക്തിയാണെന്ന് ഒരിക്കലും പറഞ്ഞിട്ടില്ല. പക്ഷേ സിൻസ് യുവർ ഫാദർ ഇസ് എ മിനിസ്റ്റർ, സ്വാഭാവികമായിട്ട് അങ്ങനെ ഒരു ചോദ്യങ്ങൾ വരാം, സ്വാഭാവികമായിട്ട്. ഞാൻ പറയുന്നത് ഇതെല്ലാം നമ്മുടെ ഇൻഡിവിജ്വൽ കരിയറിനെ പോലും എഫക്ട് ചെയ്യുന്ന രീതിയിലൊരു തോട്ട് വരുമ്പോഴല്ലേ ഇത് എത്ര ഭീകരമാണെന്ന് മനസ്സിലാവുന്നത്. അതിപ്പോൾ ഒരു ജനറൽ ലെവലിൽ എൻ്റെ അച്ഛൻ്റെ ട്രാക്ക് റെക്കോർഡ് നോക്കിയാൽ അറിയാം. ഫോർ ദ ലാസ്റ്റ് 40 years വാട്ട് ഹീസ് ബിൻ ഡൂയിങ് വിത്ത് ഓർ വിതൗട്ട് എ പൊളിറ്റിക്കൽ പാർട്ടി. ആ അച്ഛന് ഈ ഒരു രാഷ്ട്രീയ പാർട്ടിയായിട്ട് അസോസിയേറ്റ് ചെയ്തതിന് ശേഷം ഏത് രീതിയിലാണ് പല മീഡിയ ചാനൽസും ഇവിടെ പ്രസൻറ്റ് ചെയ്യാൻ നോക്കുന്നതെന്നും ഞാൻ എടുത്തു പറയേണ്ട ആവശ്യമില്ല. പല പല ഇൻഡിവിജ്വലിനെ ഒരു വർഷം 2 ഇൻസ്റ്റൻസ് വെച്ചിങ്ങനെ ചുമ്മാ അച്ഛനെ ഇട്ട് മാക്സിമം മിൽക്ക് ചെയ്ത് ഇതിനെ ന്യൂസ് ആക്കാനും TRP ആക്കാനും നോക്കുന്ന രീതിയിൽ പല ആൾക്കാരും പ്രവർത്തിക്കുന്നില്ലേ. ഇതൊക്കെ ആ BJP എന്നൊരു ടാഗ് വന്നിട്ടല്ലേ. ദേ forgot who he was, what he's done. അച്ഛൻ അറിഞ്ഞു നമ്മുടെ വീട്ടിലൊക്കെ വന്നിട്ടുള്ള ആൾക്കാർ വരെ അവരുടെ സ്വഭാവം മാറി തുടങ്ങിയിട്ടുണ്ട് just because of this BJP tag. Is that fair? Like അച്ഛൻ്റെ ഓൺ സറൗണ്ടിങ്സ്, I'm not going to call them blood surroundings, നമ്മുടെ ഫ്രണ്ട്സ് എന്ന് തന്നെ പറയാം, അച്ഛൻ്റെ ഫ്രണ്ട്സ് എന്ന് പറയാം. ബട്ട് see, I collectively think no party is going to save our country or our state. Only good individuals with a strong backbone can. എൻ്റെ ഇപ്പോഴത്തെ ഒരു അഭിപ്രായത്തിൽ അതേപോലെ ഒരു മുഖ്യമന്ത്രി നമുക്ക് കിട്ടിയിട്ടുണ്ട് for Kerala. He's from the Congress party, right? And I can speak good about him because he's a well-educated man. വിവരവും വിദ്യാഭ്യാസവും ഉള്ള ഒരു നല്ല മുഖ്യമന്ത്രിയാണ് അദ്ദേഹം. ഒരു ക്രൗഡിലോട്ട് പോകുമ്പോൾ എന്ത് ഒരു പോസിറ്റീവായിട്ടാണ് അദ്ദേഹം എല്ലാവരുമായിട്ട് ഇൻട്രാക്ട് ചെയ്യുന്നത്. ഇറ്റ്സ് വെരി റിഫ്രഷിങ് ദാറ്റ് അവർ സ്റ്റേറ്റ് ഹാസ് എ ചീഫ് മിനിസ്റ്റർ ലൈക്ക് ദാറ്റ്. അത് അക്നോളജ് ചെയ്യാനുള്ള തണ്ടലുറപ്പ് എനിക്കുണ്ട്. I don't need to side with a party. So you support V.D. Sadishan as chief minister? Absolutely. Fine. Absolutely. I feel like the party also made the best choice that they had. Okay. And I hope he proves this right. പക്ഷേ ആ ഒരു പ്രതീക്ഷ തരുന്ന രീതിയിൽ ഇപ്പോൾ ആൾ നിൽക്കുന്നുണ്ട്. ഇനി അദ്ദേഹത്തിന് 5 years ഉണ്ട്. Let's him prove it. I'm ready to support that. അതുപോലൊരു സാധനം തൻ്റെ അച്ഛനും കിട്ടണം എന്നുള്ളതാണ്. അല്ലല്ല അങ്ങനെയല്ല. No. അത് കിട്ടിയില്ലെങ്കിലും അനാവശ്യമായിട്ടുള്ള ഈ നെഗറ്റീവ് ഹെയ്റ്റ് ക്യാമ്പയിനിങ് ഒന്ന് നിർത്തി തന്നിരുന്നെങ്കിലും കുഴപ്പമില്ലായിരുന്നു. ദേ ക്യാൻ ഇൻവെസ്റ്റ് ദാറ്റ് ഹെയ്റ്റ് ക്യാമ്പയിനിങ് മണി ഇൻ ടു ദെയർ ഓൺ ആക്ടിവിറ്റീസ്. ആ പൈസ എടുത്ത് അവർക്ക് നല്ല എന്തെങ്കിലും ചെയ്യാൻ ഉപയോഗിച്ചൂടെ? ഈ ഹെയ്റ്റ് ക്യാമ്പയിനിങ്ങിന് പെയ്ഡ് ആയിട്ട് കൊടുക്കുന്ന ഈ പൈസ ഉപയോഗിച്ച് ജസ്റ്റ് തിങ്ക് അബൌട്ട് ഇറ്റ്. ആ പൈസ വെച്ച് വേറെ എത്ര നല്ല കാര്യങ്ങൾ ചെയ്യാം. സോ യു ബിലീവിംഗ് ദാറ്റ് ആ ഒരു ഹെയ്റ്റ് ക്യാമ്പയിൻ മാധവിന്റെ ഫിൽമോഗ്രഫിയിലും ബാധിക്കുന്നുണ്ട് എന്നുള്ളത്? Don't say no. I can't say no. Definitely, if you're asking this way, I definitely can't say no. Only even if you feel that way, I have every right to feel that way too, right? പക്ഷെ ഞാനിതിങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അതിനെ എടുത്ത് പല രീതിയിൽ കാണാൻ കോൺവെർസേഷൻ ഉണ്ടാവില്ല ഇൻ യുവർ ഫാമിലി ഇറ്റ്സെൽഫ്. ഇതുണ്ടാക്കുന്ന ബാക്ക്ലാഷസ്, പോലും ചെയ്യാത്ത പ്രശ്നങ്ങൾക്ക് ബലിയാടാവുക എന്ന് പറയുമ്പോൾ യു ടോക്ക് അബൌട്ട് ഇറ്റ്, റൈറ്റ്? എൻ്റെ അച്ഛൻ ഇത്രയും വർഷങ്ങളായി ചെയ്യുന്ന സാമൂഹിക സേവനം അത് ആംപ്ലിഫൈഡ് ആയ ഒരു രീതിയിൽ കണ്ടിന്യൂ ചെയ്യാൻ വേണ്ടി മാത്രം തിരഞ്ഞെടുത്തൊരു വഴിയാണ് പൊളിറ്റിക്സ്. വട്ട് എവർ ഗുഡ് ഹി വാണ്ട്സ് ടു ഡു അത് ചെയ്യാനുള്ള ബിഗ്ഗസ്റ്റ് പ്ലാറ്റ്ഫോം, എ നാഷണൽ പ്ലാറ്റ്ഫോം, ഇപ്പോഴും ചെയ്യുന്നുണ്ട്. ഇതുവരെ ഒരു സാലറി പോലും കൈപ്പറ്റിയിട്ടില്ല. അതെല്ലാം നാട്ടുകാരിലാണ് തിരിച്ചു പോയിരിക്കുന്നത്. യു ക്യാൻ ചെക്ക് ഹിസ് ട്രാക്ക് റെക്കോർഡ്. ഞാൻ ഇപ്പോഴും പറയാം, ഞാൻ പറയുന്നത് കേൾക്കണ്ട. ഗോ ചെക്ക് ഹിസ് ട്രാക്ക് റെക്കോർഡ്, ഇറ്റ്സ് പബ്ലിക്.
And if he still gets hate, ഞാനെന്നല്ല, nobody is safe. ഓക്കെ, സോ ഹീ ഗെറ്റ്സ് ഹേറ്റ്, ഫൈൻ, ഐ ക്യാൻ അണ്ടർസ്റ്റാൻഡ് ദാറ്റ്. പക്ഷെ അത് മാധവിലേക്കും മാധവന്റെ ഫിലിമിലും കൺവേർട്ട് ചെയ്യുമ്പോഴാണ് ഞാൻ ചോദ്യം ചോദിക്കുന്നത്. ഫെയർ ഇനഫ്. അതിലും എനിക്കൊരു, ഇപ്പം എന്നെപ്പറ്റി തന്നെ എൻ്റെ സ്വന്തം ആക്ടിങ് വിലയിരുത്തിയ JSK, I didn't get much space and I didn't do a good job with the space I got. Father itself mentioned the scene, right? He was the first person to criticize my work. Yeah. And I'll take it because that's the truth. ആ സിനിമയിൽ ഞാൻ ഓവർ റിയാക്ട് ആണ്. എൻ്റെ സിനിമ കരിയറിലെ ഫസ്റ്റ് എവർ ഷോട്ട് അതാണ്. ഞാൻ അവിടെ കൂടിയിരിക്കുന്ന സുരേഷ് ഗോപി ആയിട്ടും ദിവ്യ പിള്ള ആയിട്ടുമാണ്. ഇവർ അത്യാവശ്യം എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റാണ്. ഞാൻ ഒരു പുതിയ പയ്യനായിട്ട് അവിടെ ഇരുന്ന് ഒന്നാമത് പേടിച്ചാണ് അവിടെ പോയി ഇരുന്നത്. സോ അതിലൊരു ചെറിയ പാളിപ്പോയതാണ്. പിന്നെ സീനിയോറിറ്റി മാറ്റേഴ്സ്, അവരെ ബുദ്ധിമുട്ടിച്ച് വേറെ എക്സ്ട്രാ എൻ്റെ ഷോട്ട് ബാഡ് ആയതുകൊണ്ട് അവരുടെ ഷോട്ട് മാറ്റത്തില്ല. അഗൈൻ ദിസ് ഹാപ്പൻസ് ഇൻ സിനിമ, വെരി നോർമൽ ദാറ്റ് ദിസ് ഹാപ്പൻസ്. സോ അങ്ങനെ വന്നപ്പോഴത്തേക്കും ഐ ഫീൽ ലൈക്ക് ഐ കുഡ്ന്റ് ഗിവ് മൈ ബെസ്റ്റ്. Kummatikali also, I'm the first one to publicly criticize the performance that I gave for that film along with the film itself, because a lot of things happened internally with that film. അത് എക്സ്റ്റേണൽ അല്ലായിരുന്നു, അത് കൂടുതൽ ഇന്റേണൽ ആയിരുന്നു. അത് whoever's worked in this film, if they want to be honest, they know what happened. പാവം RB ചൗധരി സാറിനോട് എനിക്ക് ഒരു വിഷമുണ്ട്. ഐ വിഷ് വി കുഡ് ഹവ് ഡെലിവേർഡ് സംതിങ് ബെറ്റർ ഫോർ ഹിം. അത്രേ ഉള്ളൂ. അദ്ദേഹം കഴിഞ്ഞ മാസം മരിച്ചു. എൻ്റെ സിനിമയുടെ റിലീസിന് 2 ദിവസം മുന്നേ എന്തുവാണ്, എനിക്കത് I did that film for him because I wanted to work under his banner. But again, yeah, it was a privilege. ഇത്രയും വലിയൊരു പ്രൊഡ്യൂസറിൻ്റെ ബാനറിൽ വർക്ക് ചെയ്യാൻ പറ്റിയത് തന്നെ. അതേ ഞാൻ എൻ്റെ 3ാമത്തെ സിനിമ ചെയ്യുന്നത് ഒരു ഇൻഡിപെൻഡൻ്റ് ആയ വക്കീൽ പ്രൊഡ്യൂസ് ചെയ്യുന്ന സിനിമയിലാണ്. സോ I quite frankly don't care about where someone comes from, who they are. As long as the work is there and they're honest people, I will give my everything to them. എൻ്റെ പെർഫോമൻസിനെ, ഞാൻ നേരത്തെ പറഞ്ഞു വന്നതെന്ന് പറഞ്ഞാൽ, എൻ്റെ പെർഫോമൻസിനെ കളിയാക്കാനോ ക്രിട്ടിസൈസ് ചെയ്യാനോ ഒക്കെ ഉള്ള എല്ലാ അവകാശവും ഉണ്ട്. പക്ഷേ അത് പെർഫോമൻസിൽ നിന്ന് മാറി പലപ്പോഴും വേറെ കാര്യങ്ങളിലോട്ട് പോകുമ്പോഴാണ് എനിക്കും അത് സെൻസ് ഉണ്ടാക്കാത്തത്. ഞാൻ എന്നും ഐ എം റെഡി ടു റിസീവ് സംതിങ് അബൌട്ട് മൈ പെർഫോമൻസ്. ഇല്ല, ഞാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട്, യു ടേക്ക് ക്രിറ്റിസിസം വിത്ത് എ ഹാപ്പി ഫേസ്. ഞാൻ ഇപ്പം അത് തുറന്നു പറയണമെന്ന് ഞാൻ ആഗ്രഹിക്കുമ്പോൾ അത് ആ ലിമിറ്റ് കഴിഞ്ഞു പോയി എന്ന് മനസ്സിലാക്കിയതുകൊണ്ടാണെന്ന് വിശ്വസിക്കുന്നത്. അല്ല, ക്രിറ്റിസിസത്തിന് ലിമിറ്റ് ഇല്ല. ക്രിറ്റിസിസം അല്ല, ഇൻസൾട്ടിങ്ങിന്റെ കാര്യം. ആ ലിമിറ്റ് എന്ന് പറയുന്ന ക്രിറ്റിസിസം ഹാസ് നോ ലിമിറ്റ്. യു ക്യാൻ ക്രിട്ടിസൈസ് ഫ്രം ലൈക്ക് എ ലോ ലെവൽ ടു എ ഹൈ ലെവൽ. ഇറ്റ് ഡസന്റ് ഹാവ് എ ലിമിറ്റ്. Fine. The moment it becomes senseless, it becomes an insult. How do you take it with a happy face? Criticism. I have to. Because പച്ചയ്ക്ക് പറയാനാണെങ്കിൽ, എന്നെ ഒരാൾ നടുവിൽ 5 തവണ ഒരു കത്തി വെച്ച് കുത്തിയിട്ട് ആ കത്തി തിരിച്ചെടുത്ത് ഞാൻ കുത്തുന്നത് മാത്രമായിരിക്കും പ്രശ്നമാവുന്നത്. And I'm going to speak about a very personal instance that happened for me. ഞാൻ ഒരുപാട് ന്യൂസ് ചാനൽസിൽ ഡീറ്റെയിൽ പറഞ്ഞിട്ടില്ല. ഐ തിങ്ക് ഷാജൻ സാറിനോട് മാത്രമാണ് ഒരു ഇൻ്റർവ്യൂവിൽ ഞാൻ പറഞ്ഞിട്ടുള്ളത്. ആക്സിഡൻ്റ് ആയിട്ടില്ല. അതായത് അദ്ദേഹം, പേര് ഞാൻ പറയുന്നില്ല, ലെയിൻ നമ്മൾ ഈ റോഡിൽ 2 ലെയിനായിട്ട് ഡിവൈഡ് ചെയ്തിട്ടുള്ളൂ. എല്ലാവർക്കും അറിയാം വെള്ളയമ്പലം റോഡിൽ 2 ലെയിൻ ആണെന്ന്. 3rd ലെയിനിൽ വണ്ടികൾ പാർക്ക് ചെയ്തെടുത്ത് പോകും. ഓക്കെ, 2 ലെയിൻ റോഡുണ്ട്. അപ്പോൾ ആ സെൻറ്ററിലുള്ള ലൈൻ എന്ന് പറയുന്ന അതിൻ്റെ നടുക്കൂടെ പോകാനുള്ളതല്ല. യു ആർ സപ്പോസ് ടു ഗോ ഓൺ 2 sides എന്നറിയാം. ഈ വണ്ടി യു ടേൺ എടുത്തു, ഒരു 20-30 km/h ലെഫ്റ്റിലോട്ട് വീശുക, റൈറ്റിലോട്ട് വീശുക. എനിക്കറിയത്തില്ല. ഐ ഡോണ്ട് നോ ഇഫ് ഹി വാസ് അണ്ടർ ഇൻഫ്ലുവൻസ് ഓർ എനിത്തിങ്. ഐ എം നോട്ട് ഈവൻ അക്യൂസിങ് ഹിം ഓഫ് ദാറ്റ്. ആയിരിക്കില്ല. It was proper silly driving. And when I pulled up next to him, എൻ്റെ ഫ്രണ്ട് ലെഫ്റ്റ് ബമ്പർ 2 തവണ ക്ലിപ്പ് ചെയ്യാനും വന്നു. അപ്പോഴാണ് ഞാൻ സഡൻ ബ്രേക്ക് അടിച്ചിട്ട് പിന്നെയാണ് ഒരു ഗ്യാപ്പ് കിട്ടിയപ്പോൾ പോയിട്ട് when I looked over there, ഇങ്ങനെ ഫോണും പിടിച്ചുകൊണ്ട് ലൈക്ക് he was സ്പീക്കർ ആണെങ്കിൽ കുഴപ്പമില്ല. ഇറ്റ്സ് ഓക്കെ, വി ഹാവ് ടെക്നോളജി ദാറ്റ് അലൗസ് us to have a hands free connection on the phone. അദ്ദേഹം ഫോണും പിടിച്ചുകൊണ്ട് പോവുമായിരുന്നു. അപ്പം ഞാൻ ആകെ പറഞ്ഞ, ഒന്ന് ഫോൺ താത്തിയിട്ട് ഓടിക്കുകയോ ഫോൺ മാറ്റി വെച്ചിട്ട് ഓടിക്കുക, ഇത്രയും തന്നെ പറഞ്ഞു. ഞാൻ ഇത്രയും നൈസായിട്ടല്ല പറഞ്ഞാൽ, കുറച്ചുകൂടെ ലൗഡർ ടോണിൽ തന്നെയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ അബ്യൂസ് ചെയ്തിട്ടില്ല ആൾ എൻ്റെ തിരിച്ചു പറഞ്ഞ സൗകര്യമില്ല, താൻ തന്നെ പണി നോക്കി പോകാൻ. സോ ഐ പുൾഡ് അപ്പ് നെക്സ്റ്റ് ടു ഹിം. ഐ സ്റ്റോപ്പ് ദ കാർ. ഐ ഗോട്ട് ഔട്ട് ഓഫ് ദ കാർ. ഐ വെൻറ്റ് അപ്പ് ടു ഹിം. ഐ ഡിഡ്ന്റ് ടച്ച് ഹിസ് കാർ. ഐ ജസ്റ്റ് ആസ്ക്ഡ് ഹിം ടു റോൾ ഡൗൺ ദ വിൻഡോ. പച്ചയ്ക്ക് ഞാൻ പറഞ്ഞത്, ഞാൻ വേറൊന്നും അല്ലല്ലോ ചോദിച്ചത്, ഈ ഫോണൊന്ന് മാറ്റി വെച്ചിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാനല്ലേ, എന്തിനാ ഇത്രയും കിടന്ന് ചാടുന്നതെന്ന് ചോദിച്ചു. ഹി ടോൾഡ് മീ, താൻ നട റോഡിൽ വണ്ടി നിർത്താതെ റോഡ് മാറ്റിയിട്ടിട്ട് വന്ന് സംസാരിക്കാൻ. ഐ വാസ് ലൈക്ക് ഓക്കെ. ഞാൻ എൻ്റെ വണ്ടി എടുത്ത് മാറ്റിപ്പോയി പാർക്ക് ചെയ്യുന്ന സമയത്ത് ആളുടെ വണ്ടിയിൽ നിന്ന് ഇറങ്ങി വന്ന് എൻ്റെ വിൻഷീൽഡിൽ അത്യാവശ്യം ഹാർഡായിട്ട് തന്നെ അടിച്ചു. ഹി സ്മാക്ക് ദ വിൻഷീൽഡ്. കാറിൻ്റെ ഫ്രണ്ട് ഗ്ലാസ്സിൽ നല്ലൊരു അടി വന്നു. ഐ ടേക്ക് കെയർ ഓഫ് മൈ കാർ. യു ക്യാൻ ഹിറ്റ് മീ, ഐ ലെറ്റ് യു ഗോ. യു കാൻ ഡു ദാറ്റ് ടു മൈ കാർ. ഞാൻ ആ വണ്ടിയിൽ നിന്ന് ഇറങ്ങി, എന്തിനാ വണ്ടി കൈവയ്ക്കുന്നതെന്ന് ചോദിച്ചപ്പോൾ ആൾ നേരെ എൻ്റെ കൊങ്ങയ്ക്കാണ് പിടിച്ചത്. ഹി ഹാഡ് മീ ലൈക്ക് ദിസ്. At that point I started reacting.
ഞാൻ കൈ മാറ്റിയിട്ട് ഞാൻ പറഞ്ഞ കാര്യം ഇപ്പോഴും പറയാം, ഇനി എൻ്റെ ദേഹത്ത് കൈ വെച്ചാൽ തൻ്റെ 2 കൈ ഞാൻ ഓടിക്കും. ഇത്രയും തന്നെ ഞാൻ പറഞ്ഞു. ഫിസിക്കൽ അസോൾട്ട്. പക്ഷേ അതിനുശേഷം എൻ്റെ റിയാക്ഷൻ മാത്രമാണ് ഓരോ ന്യൂസ് ചാനലിലും വന്നിട്ടുള്ളത്. ഇതുവരെ സത്യം ഇത് 2ാമത്തെ തവണയാണ് ഞാൻ പറയുന്നത്. ഷാജൻ സാറിൻ്റെ അടുത്ത് മാത്രമാണ് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ബിക്കോസ് അറ്റ് സം പോയിന്റ് ഐ ഫെൽ ലൈക്ക് നോ വൺ കെയർസ് അബൌട്ട് മൈ ട്രൂത്ത്. എനിക്കെന്ത് സംഭവിച്ചാലും ആർക്കും ഒന്നും ഇല്ല എന്നൊരു തോന്നൽ എനിക്ക് ഇൻഡിവിജ്വലി എനിക്ക് വന്നു തുടങ്ങി. എൻ്റെ സത്യത്തിനൊരു വിലയില്ലാതെ പോകാൻ തോന്നിപ്പോയത് ഞാൻ സൈലൻ്റായി. എന്തിനായിരുന്നു ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്? ഞാൻ എൻ്റെ വിഷമം വീണ്ടും വീണ്ടും ഷെയർ ചെയ്ത് അതിനെ ആൾക്കാർക്ക് കളിയാക്കാൻ ഒരു അവസരം കൊടുക്കാൻ. പക്ഷേ you still came up with an apology, right? I came up with the apology more to the people and to my family for dragging them into this absolutely unnecessary fiasco, like this drama. I feel like that was just TRP news. ആ സമയത്ത് എന്തൊക്കെയോ വലിയ വേറെ കാര്യങ്ങൾ സംഭവിക്കുന്നുണ്ടായിരുന്നു. അതിനെ ഡിസ്ട്രാക്ട് ചെയ്യാൻ വേണ്ടി എന്നെയും അദ്ദേഹത്തിനെ ആ വണ്ടി ഓടിച്ചിരുന്ന ആളെയും ആയിരുന്നു അതിന് വേണ്ടി ബെയ്റ്റ് ആയിട്ട് യൂസ് ചെയ്തോ എനിക്ക് തോന്നിപ്പോയിട്ടുണ്ട്. ഐ ഫെൽറ്റ് ലൈക്ക് ഇറ്റ് വാസ് എ ബിഗ് ഡിസ്ട്രാക്ഷൻ ഇഫ് എനിത്തിങ്, ബിക്കോസ് ദാറ്റ്സ് മോർ റെലവൻറ്റ് ന്യൂസ്. Madhav Suresh and this particular person getting into a road rage is not big news. It's irrelevant. മാധവ് സുരേഷ് ഒരു മിനിസ്റ്ററിന്റെ മകനാണ്. റോഡിൽ അടി ഉണ്ടാക്കിയാൽ അത് വാർത്തയാകുമല്ലോ. Fair enough. പക്ഷേ ആ അടി ഉണ്ടായതിൻ്റെ സാഹചര്യം പോലും ആരും അന്വേഷിച്ച് വന്നതുമില്ല. And now I have to say something. I truly believe in the police force, but not everyone who function. ഞാൻ ഈ നേരത്തെ കേസിന്റെ അപ്ഡേറ്റ് എന്താണ്? അത് കേസൊന്നും ഉണ്ടായില്ല. ഈവൻ towards that point ഞാൻ ഇത് പറഞ്ഞതിന് ശേഷവും that man, he showed a certain amount of political respect, I think, towards my father. He was like, he had no case. Now the thing got a little more political. അവിടെ വന്ന ഒരു പോലീസ് ഓഫീസർ, ഒറ്റൊരു പോലീസ് ഓഫീസറാണ്. അദ്ദേഹത്തിൻ്റെ അടുത്ത് ഈ വണ്ടിയിൽ ഇഷ്യൂ ഉണ്ടായ പുള്ളിക്കാരൻ ഞാൻ CIനെ വിളിച്ചിട്ടുണ്ടെന്ന് പറയുന്നത് ഞാൻ ക്ലിയർ ആയിട്ട് കേട്ടതാണ്. അതിനുശേഷം എനിക്ക് അവിടെ കിട്ടിയ ട്രീറ്റ്മെൻറ്റ് അൺഫെയർ ആയിരുന്നു. എനിക്ക് വേണ്ടി അതേ സമയത്ത് അതേ സ്റ്റേഷനിലോട്ട് പോലീസിൽ വിളിച്ച് പറഞ്ഞത് എൻ്റെ അച്ഛൻ്റെ PSO ആയ വിഷ്ണുചേട്ടനാണ്. വിഷ്ണുചേട്ടൻ അവിടെ വന്ന് സാറേ ഞാനും പരാതി പറഞ്ഞതാണ് എന്ന് പറഞ്ഞ് പോലീസുകാരൻ്റെ സംസാരിച്ചപ്പോൾ അവരടുത്തും ആ ക്രൗഡ് ഇത് കണ്ടു നിന്ന ആൾക്കാർ എന്നെ സപ്പോർട്ട് ചെയ്ത് നിന്നവരടുത്തും പറഞ്ഞത് നിയമത്തിന് തടസ്സം നിന്നാൽ നിങ്ങളെ പിടിച്ച് ജയിലിലിടുമെന്നാണ് ഈ പോലീസുകാരൻ പറഞ്ഞത്. ഞാൻ അവിടെ മീഡിയക്കാർ നിൽക്കുന്ന ക്യാമറയിൽ നിൽക്കുന്നത് കണ്ടുകൊണ്ട് ഹി വോണ്ടഡ് ടു മേക്ക് ഷുവർ ഞാൻ ആ പോലീസ് ജീപ്പിൽ കയറുന്ന ഫുട്ടേജ് അവിടെ കിട്ടണമെന്ന്. ഇപ്പം അങ്ങനെ ഒരു റോഡ് റേജിൽ 2 പേരും ഒരാൾ മാത്രം ഒറ്റയ്ക്കിരുന്ന് വഴക്കുണ്ടാക്കാൻ പറ്റൂലല്ലോ. അല്ലെങ്കിൽ അതിന് ക്ലിയർ ആയിട്ടുള്ള ആൾക്കാർ പറയുന്നുണ്ട് നിന്നവർ 2 പേരും തമ്മിൽ വഴക്കാണെന്ന്. I reacted, but still I got involved. That's, if anything, that's also what I apologize for getting involved, for not staying silent. Now, അദ്ദേഹത്തിന് സ്വന്തം വണ്ടി ഓടിച്ച് പറയാനും എന്നെ ആ ജീപ്പിൽ കയറ്റി സ്റ്റേഷനിൽ കൊണ്ടുപോയി ബ്രത്തലൈസർ ചെക്ക് ചെയ്യണമെന്നും നിർബന്ധമായിരുന്നു. അദ്ദേഹത്തിനെ ചെക്ക് ചെയ്തിട്ടില്ല, എന്നെ മാത്രമേ ചെക്ക് ചെയ്തുള്ളൂ. ദിസ് ഹാപ്പൻഡ്. ഞാൻ അതേ പോലീസ് സ്റ്റേഷനിൽ വെച്ച് ഞാൻ പറഞ്ഞൊരു കാര്യം കൂടെ ഉണ്ട്. ഇനി ആർക്കെങ്കിലും എന്ത് പറ്റിക്കിടക്കുന്ന കണ്ടാലും ഞാൻ കൂടിപ്പോയി ആംബുലൻസിനെ വിളിക്കും, ഞാൻ പോലീസിനെ വിളിക്കത്തില്ലെന്ന് ഞാൻ പറഞ്ഞു. കാര്യം നിങ്ങളുള്ളിൽ കള്ളന്മാരുണ്ടെന്ന് ഞാൻ പറഞ്ഞു. നോട്ട് എവ്രി വൺ. ഞാൻ ഈ നേരത്തെ പറഞ്ഞ പോലെ ആ 5% മോശം കാരണം ബാക്കി 95% നല്ലവർക്കും നെഗറ്റീവ് ഉണ്ടാകുന്ന സിറ്റുവേഷൻ. ഐ ക്യാൻ സേ ദിസ് എനിവേ ബിക്കോസ് ഐ ഫേസ്ഡ് ഇൻജസ്റ്റിസ്. ബീയിങ് whatever this BJP minister's son, whatever, I faced that injustice over here in Kerala, in my hometown, in Trivandrum. ഞാനിവിടെ ജനിച്ചു വളർന്നത്. ഓക്കെ, സോ ടു പുട്ട് ഇൻ എ സിമ്പിൾ ലൈൻ, പൊളിറ്റിക്സ് ആഭ്യന്തരത്തിലും പോലീസിൽ ഉൾപ്പെടെ ഉണ്ട് എന്നത് ഡയറക്റ്റ് ആയിട്ട് കിട്ടിയ ഒരു വ്യക്തിയാണ് മാധവ്. അത് ഞാൻ ഒരു ആക്യുസേഷൻ കൊണ്ട് പറയുന്നതല്ല, ഡയറക്റ്റ് അനുഭവം കൊണ്ട് പറയുന്നത്. അന്ന് സിറ്റുവേഷനിൽ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും, ഫിസിക്കലി അവിടെ ഉണ്ടായിരുന്ന ആർക്കെങ്കിലും, ഇഫ് ദേ വോണ്ട് ടു സ്പീക്ക് അപ്പ് അബൌട്ട് ദിസ്, പ്ലീസ് യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. യൂസ് ദിസ് ഓപ്പർച്യൂണിറ്റി. നിങ്ങൾ കണ്ട സത്യം കൂടെ പറയാനാണെങ്കിൽ ലോട്ട് ഓഫ് പീപ്പിൾ ആർ ഗോണ ഗെറ്റ് എക്സ്പോസ്ഡ്. സോ you could have reacted, no? Like you could have used many options at that time. You did not use any. I don't want to. I'm not here to do this. I'm here to work. I'm here to make a living for myself. I'm here to make a reputation for myself. I work hard every single day of my life. I may have the luxuries my dad brought to me. I still work hard. People around me know what I do. ഞാൻ എന്താണ് ചെയ്യുന്നതെന്നും ഞാൻ എങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്നും ഈ സിനിമയ്ക്ക് തന്നെ ഈ സിനിമയുടെ കൂടിനകത്തുള്ള എല്ലാവർക്കും അറിയാം ഞാൻ എങ്ങനെ വർക്ക് ചെയ്യുന്ന ആളാണെന്ന്. I just want a fair opportunity and I haven't got it. So you're trying. I've always been surrounded by unnecessary drama. I just want people to, even if it's criticizing, just purely focus on my films, please. I'm trying to make a living in this. I promise you, if I don't get good in a certain amount of time in all your opinions, ഞാൻ തന്നെ നിർത്തി ഒഴിഞ്ഞു വെക്കണം. Just give me a chance to at least prove that. Yeah. ഈ ഒരു പൊളിറ്റിക്കൽ ഫിൽട്ടർ ഇല്ലാതെ.
പൊളിറ്റിക്കൽ ഫിൽറ്റർ ഇല്ലാതെ ഉണ്ടാവട്ടെ. എന്നിട്ട് ഈ നമ്മൾ പടത്തിലേക്ക് വരുമ്പോഴേക്കും ഈ സിനിമയെ സംബന്ധിച്ചിടത്തോളം ഇത് ഓഡിയൻസിലേക്ക് എത്താനുള്ള ഒരു ബ്രീത്തിങ് സ്പേസ് കിട്ടിയിട്ടില്ല എന്നുള്ളത് വ്യക്തമാണ്. ആ ഒരു ബ്രീത്തിങ് സ്പേസ് ഈ സിനിമയ്ക്ക് ഉണ്ടായിട്ടില്ല. ആ ബ്രീത്തിങ് സ്പേസ് ക്രിയേറ്റ് ചെയ്യാൻ സിനിമാ മേഖലയിൽ നിന്ന് നിങ്ങൾക്ക് എന്തൊക്കെ ചെയ്യാൻ കഴിയും? ഫസ്റ്റ് ഷോ കഴിയുമ്പോഴേക്കും റിവ്യൂസ് വരും. ഞാൻ പടങ്ങളെ റിവ്യൂ ചെയ്യുന്ന ആളാണ്, ഞാൻ ഫസ്റ്റ് ഷോയ്ക്ക് തന്നെ റിവ്യൂ ചെയ്യുന്ന ആളാണ്. അത് മാറ്റി വെക്കണമെന്ന് നിങ്ങൾ പറയുകയാണെങ്കിൽ അത് 100% എതിർക്കാൻ ഞാൻ തയ്യാറാണ്. അതല്ലാണ്ട് ഞാൻ ചോദിക്കുന്നത്, ഓഡിയൻസിലേക്ക് ഈ സിനിമ എത്താൻ റിവ്യൂവേഴ്സ് ഒരു ബാരിയർ ആണോ എന്നുള്ളതാണ് ഞാൻ ചോദിക്കുന്നത്. നെഗറ്റീവ് പോസിറ്റീവ് പറയുന്നതിലല്ല കാര്യം, അത് പറഞ്ഞോട്ടെ. കാര്യം വെച്ചാൽ നല്ല സിനിമ ജനങ്ങളിലേക്ക് എത്തണം, അത് റിയൽ ആയിട്ട് പറയണം. ഒരിക്കലും പേയ്മെൻറ്റ് വാങ്ങിച്ചും കൊണ്ട് എനിക്ക് പേയ്മെൻറ്റ് തന്നില്ലെങ്കിൽ ഞാൻ നെഗറ്റീവ് പറയും, പേയ്മെൻറ്റ് തന്നാൽ പോസിറ്റീവ് പറയാം എന്ന് പറയുന്ന യൂട്യൂബേഴ്സിനെയാണ് നമുക്ക് അതിൽ ഈ അശ്വന്ത് ഗോഗ് ഉൾപ്പെടെയുള്ള ടീമുകൾ ഉണ്ടോ എന്നുള്ളത്. ഉറപ്പായിട്ടും അതിന് അവർക്ക് പ്രൂഫ് കിട്ടിയിട്ടുണ്ട്. ഞാൻ അഗൈൻ പറഞ്ഞു, ഈ പ്രസ് കോൺഫറൻസിലാണ് ഞാനും അറിയുന്നത് ഇങ്ങനത്തെ കാര്യങ്ങൾ പ്രൂഫോട് ഇവരുടെ ഉണ്ടെന്ന്. എൻ്റെ അടുത്ത് പറഞ്ഞിട്ടില്ല ഈ കാര്യങ്ങൾ. ഡയറക്റ്റ് ബന്ധപ്പെട്ടിട്ടില്ല, വേറെ മീഡിയേറ്റേഴ്സ് വഴി എന്നോട് ചോദിച്ചത് 1 ലക്ഷം രൂപയാണ്. 1 ലക്ഷം രൂപ കൊടുക്കുകയാണെങ്കിൽ അശ്വന്ത് ഗോഗ് നെഗറ്റീവ് റിവ്യൂ പറയത്തില്ല. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെയാണ് ഓഡിയൻസ്, എങ്ങനെയാണ് നല്ല സിനിമ മനസ്സിലാക്കാൻ കഴിയുന്നത്? ഇത്തരത്തിൽ വന്നാൽ പറ്റുമോ? ഇത്തരത്തിൽ കാശ് വാങ്ങിക്കൊണ്ട് നെഗറ്റീവ് പറഞ്ഞാൽ ശരിക്കും 2.5 ലക്ഷം വ്യൂസ് കിട്ടി അശ്വന്ത് ഗോഗിന്. അപ്പോൾ ഈ 2.5 ലക്ഷം യൂട്യൂബിൽ മാത്രമായിട്ട് പറയുന്നത്, ഫേസ്ബുക്കിൽ വേറെ ഇതൊക്കെ ഇനി ഇൻസ്റ്റാഗ്രാമിലും ഫേസ്ബുക്കിലൊക്കെ ഷോർട്സ് ആയിട്ട് സ്പ്രെഡ് ആവുമ്പോൾ ഈ 2.5 ലക്ഷം അല്ല കാണാൻ പോകുന്നത്. അതെ, ഈ 2.5 ലക്ഷം നമ്മൾ ഇൻറ്റു 10 വെച്ചാൽ 25 lakhs ആയി. ഓക്കെ, ഈ 25 lakhsൽ ഒരു 20% തിയേറ്ററിൽ എത്തേണ്ടതില്ലേ? ഉണ്ട്, അവരെയാണ് ബ്ലോക്ക് ചെയ്യുന്നത്. ഈ സിനിമ എന്താണെന്ന് അന്വേഷിക്കുന്നവരെയാണ് ഈ ബ്ലോക്ക് ചെയ്യുന്നത്. അപ്പം ആക്ച്വലി ഇതിൽ ലോസ് എന്ന് പറയുന്നത് എനിക്കാണ്. ലോസ് എനിക്കാണെങ്കിലും ഇതിൽ ഞാൻ ഇപ്പോഴും പറയാണ്, ഡയറക്റ്റ് ആയിട്ടും ഇൻഡയറക്റ്റ് ആയിട്ടും ഏതാണ്ട് 200ഓളം പേര് ഇതിൽ വർക്ക് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അവരുടെ ഒരു എഫേർട്ട്, ഇതിൽ എല്ലാവരും റെമ്യൂണറേഷന് വേണ്ടി മാത്രമല്ല ഇതിൽ വർക്ക് ചെയ്യുന്നത്. ഓക്കെ, ഇപ്പോൾ ശമ്പളത്തിനാണെങ്കിൽ നമുക്ക് വേറെ എന്തെല്ലാം ജോലി ചെയ്യാം. ഇതിൽ ശരിക്കും സിനിമയോടുള്ള പാഷൻ തന്നെയാണ് ഇതിൽ വർക്ക് ചെയ്യുന്ന. ഞാൻ മനസ്സിലാക്കിയിടത്തോളം ഇതിൽ 99% സിനിമയോടുള്ള പാഷൻ കൊണ്ട് വർക്ക് ചെയ്യുന്നവരാണ്. ഞാൻ ഇതെൻ്റെ 2ാമത്തെ മൂവിയാണ്, അപ്പോൾ എനിക്ക് ഒരു ചെറിയ എക്സ്പീരിയൻസ് ഉണ്ട്. ഈ മൂവിയിൽ എന്നെ കൂടാതെ വേറൊരു പ്രൊഡ്യൂസർ കൂടെ ഉണ്ട്, സാമുലേട്ടൻ. പുള്ളി USA-ലാണ്, അവിടുത്തെ സിറ്റിസണാണ്. ഓക്കെ, അപ്പം പുള്ളിക്കും ഇത് ഭയങ്കരമായിട്ട് ഒരു ബാഡ് ഇമ്പാക്റ്റ് ഉണ്ടാക്കി. അവര് നമ്മൾ കൺവിൻസ് ചെയ്യിച്ചതല്ല ഇവിടെ നടന്നത്. ആക്ച്വലി ഇത് സംഭവിക്കുന്നത് എന്താണ്, പിന്നെ ഒരുപാട് എക്സ്പെക്ട് ചെയ്ത് അവർ ഫാമിലി ആയിട്ട് ഇവിടെ വരികയും പിന്നെ ഈ സിനിമ ഇറങ്ങുന്ന സമയത്ത് ഒത്തിരി എക്സ്പെക്റ്റേഷനുമായിട്ട് ഇവിടെ നിൽക്കുകയും തികഞ്ഞ നിരാശയോടുകൂടിയാണ് മടങ്ങുകയും ചെയ്തത്. അത് ശരിക്കും ഇനി എന്നെ ശരിയാവണ്ണം വേദനിപ്പിച്ചത് അതാണ്. കാരണം വെച്ചാൽ എന്നിൽ ട്രസ്റ്റായി ഒരാൾ വരികയും അവർ വിഷമത്തോടെ പോവുകയും ചെയ്യുമ്പോൾ എനിക്ക് അവരോട് ഞാൻ എന്ത് മറുപടി പറയും? അത് എനിക്ക് നല്ലവണ്ണം എന്നെ അഫക്റ്റ് ചെയ്തിട്ടുണ്ട്. ഇതൊന്നും അല്ല വിഷയം. ഇനി എൻ്റെ ഒരു ചെറിയ സംശയം, ഇപ്പം ഈ നെഗറ്റീവ് റിവ്യൂസ് സ്പ്രെഡ് ആയിട്ടുള്ള സിനിമകൾ ഓഡിയൻസ് വിജയിപ്പിച്ചിട്ടുമില്ലേ? നെഗറ്റീവ് റിവ്യൂസ് ആകാം. ഞാൻ പറയുന്നത് ക്ലൈമാക്സ് റിവീൽ ചെയ്യുക, ത്രൂ ഔട്ട് സ്റ്റോറി പറയുക. ഓക്കെ, അത്തരത്തിൽ പാടില്ല എന്നാണ് ഞാൻ പറയുന്നത്. ഓക്കെ, അപ്പോൾ അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഞാൻ ഈ പറഞ്ഞതുപോലെ നമ്മൾ തിയേറ്ററിൽ പോയി ഒരു ടിക്കറ്റ് എടുത്തിട്ട് നമ്മൾ സിനിമ കാണാൻ എടുക്കേണ്ട ആവശ്യമില്ല. എസ്പെഷ്യലി ഒരു ആക്ഷൻ ത്രില്ലർ ആവുമ്പോൾ നമ്മുടെ പ്ലോട്ട് തന്നെ അതാണ്. അപ്പൊ അത് റിവീൽ ചെയ്ത് നമ്മുടെ സിനിമയ്ക്ക് എന്താ പറയുക പേർപ്പസ്? നമ്മൾ ലാസ്റ്റ് റിവീൽ ചെയ്യേണ്ട ക്യാരക്ടറിനെ ആദ്യമേ തന്നെ പറയണം ഇയാൾ ഇന്നയാണ് എന്ന് പറഞ്ഞിട്ട് അങ്ങ് തള്ളി മറിക്കുവാണ്. ഞാൻ പറയുന്നത് നല്ല ആക്ടറാണ് അശ്വന്ത് ഗോഗ്, അല്ലേ? ആണോ? പേര് അത് തന്നെ അല്ല, നല്ല ആക്ടറാണ്. എന്ന് വെച്ചാൽ മാധവ് ചെയ്യുന്നത് എക്സ്പ്രഷനിലൂടെ കാണിക്കുന്നു, പിന്നെ ഷൈൻ ടോം ചെയ്യുന്നത് എക്സ്പ്രഷനിലൂടെ കാണിക്കുന്നു, സൈജു കുറുപ്പ് ചെയ്യുന്നത് എക്സ്പ്രഷനിലൂടെ കാണിക്കുന്നു, പിന്നെ ഡയറക്ടർ എന്നെ കളിയാക്കുന്നു, മാധവനെ കളിയാക്കുന്നു. ഞാൻ പറയുന്നത് ഒരാളിനെ ടാർഗറ്റ് ചെയ്തല്ല, മൊത്തത്തിൽ സിനിമയെ തുളയ്ക്കുക എന്ന ഉദ്ദേശമാണ് എനിക്ക് പ്രധാനമായിട്ടും. ഇത് ഈ ഒരു സാധനം ഇപ്പൊ മാധവന് മാത്രമായിട്ട് അശ്വന്ത് ചെയ്യുന്ന കാര്യമല്ല. ഇതിനു മുമ്പും പല സിനിമകൾക്കും പല ആർട്ടിസ്റ്റുകളെയും ഇതുപോലെ എന്റെ ചേട്ടനെ വരെ ആദ്യം കുറെ പറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ അങ്ങനെ വലുതായിരുന്നു പറയാറില്ല. എന്നെ കിട്ടിയോണ്ട് ഒരു മകനെ കിട്ടിയല്ലോ, അപ്പൊ അടുത്ത മകനെ വിട്ടേക്കുമെന്ന് തോന്നുന്നു. അപ്പോഴും ഈ മകൻ പരിപാടി തന്നെയാണ്. No, just about him. I feel bad for Ashwant Gog. If this is the way he's making a living, I'd rather not be like that. I can never be him. I'd rather be nothing than be him. സത്യമായിട്ടും പറയാനാണെങ്കിൽ വേറൊരാളുടെ വർക്കിനെ അവഹേളിച്ച് എനിക്കൊരു ജീവിതം ഉണ്ടാക്കേണ്ട ആവശ്യമില്ല. അത് തന്നെയാണ് അയാൾ ചെയ്യുന്നത്.
എത്ര പേരോടെ ഞാനൊക്കെ ഇതിൽ മിക്കവാറും അനുഭവിക്കുന്ന 100ാമത്തെ 200ാമത്തെ ആള് വല്ലതും ആയിരിക്കും. അല്ല, അതാണ് എന്റെ എത്ര ചോദ്യം. കാലമായിട്ടാണ് ഈ ഇത് സംഭവിക്കുന്നത്? പലർക്കായിട്ട് ചെയ്യുന്നുണ്ട്. പക്ഷേ ഈ അവരവർക്ക് കിട്ടുമ്പോൾ മാത്രമാണോ ഈ വിഷമം വരുന്നുള്ളൊരു ചോദ്യമുണ്ട്. ബിക്കോസ് ഐ ജസ്റ്റ് കണ്ടിന്യൂ മൈ സ്റ്റേറ്റ്മെന്റ്. കാരണം ഇപ്പോൾ സിനിമ ഈ പല സിനിമകളെ അദ്ദേഹം കുറേ വർഷങ്ങളായിട്ട് ഇങ്ങനെ പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. പലരും അദ്ദേഹത്തിൻ്റെ ശൈലി അദ്ദേഹം പറയുന്നുണ്ട്. പല ചാനൽ ഉൾപ്പെടെ ഡിബേറ്റിൽ വരുമ്പോഴും അദ്ദേഹം സംസാരിക്കുന്നുണ്ട്. ഓക്കെ, വാട്ട് എവർ ഇറ്റ് ഇസ്. പക്ഷേ അത് ഇങ്ങനെ വരുമ്പോൾ, നമുക്കെതിരെ വരുമ്പോൾ മാത്രമാണ് സംസാരിക്കുക, അല്ലെങ്കിൽ ഒരു ഫിലിം ഫ്രിറ്റേണിറ്റി മൊത്തത്തിൽ ഇറങ്ങുക, ഇതൊന്നും കണ്ടിട്ടില്ല. സി ദ സെയിം, ഞാൻ നേരത്തെ പൊളിറ്റിക്സിനെ പറ്റി പറഞ്ഞൊരു വേണ്ട ഒരു ടുഗെദർനെസ്. I feel like every single running body in the film industry over here, at least in Malayalam, should stand together and stand against this atrocity. അതായത് നേരത്തെ പറഞ്ഞ പോലെ we're not going to get in the way of freedom of speech. ഒരു മനുഷ്യന് അവരുടെ അഭിപ്രായം അറിയിക്കാനുള്ള എല്ലാ റൈറ്റും ഉണ്ട്. പക്ഷേ ഈ നേരത്തെ പറഞ്ഞൊരു സിനിമയുടെ പ്ലോട്ട് വിടുക, ഈ അനാവശ്യമായിട്ടുള്ള, അതായത് സിനിമയിൽ അണ്ടർവെയർ കണ്ടതിൻ്റെ കാര്യം പറയാം, all of this is below standard. Quite frankly, it's very തരം താഴ്ന്ന രീതിയിൽ സംസാരിക്കുന്നതാണ്. That's unacceptable, especially when there's a lot of money involved and it's someone's work. And quite frankly, ഈ സിനിമ ഞാനും കണ്ടതാണ്. വലിയ ബാഹുബലിയൊന്നും അല്ലെങ്കിലും നമ്മൾ കണ്ടിരിക്കാൻ പറ്റുന്നൊരു സിനിമ തന്നെയാണ് ഇറക്കിയിട്ടുള്ളത്. അതിന് ഇത്രയും കിട്ടുമ്പോഴത്തേക്കും നമുക്കത് അൺഅക്സെപ്റ്റബിൾ ആയിട്ടേ പോകത്തുള്ളൂ. ബിക്കോസ് വി ആർ ഓൾസോ ഓണസ്റ്റ് ലിവിങ് സിറ്റിസൺ. നമ്മൾ അനാവശ്യമായൊരു ഹൈപ്പോ അനാവശ്യമായൊരു ക്രെഡിബിലിറ്റി നമ്മുടെ സിനിമയ്ക്ക് കൊടുക്കാൻ നോക്കിയിട്ടില്ല. എൻ്റെ ഓരോ ഇൻ്റർവ്യൂ എടുത്ത് നോക്കിയാലും പറയും, പ്രേക്ഷകൻ കണ്ട് പറയട്ടെ, ഞാനൊരു അഭിപ്രായം എൻ്റെ സിനിമയെ പറ്റി പറഞ്ഞിട്ടില്ല. കണ്ടുപോകാൻ പറ്റുന്ന നല്ലൊരു സിനിമ കണ്ടുപോകാൻ പറ്റും, ഇത്രേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ. ദാറ്റ്സ് വെരി ന്യൂട്രൽ ഒപ്പീനിയൻ. എൻ്റെ അതേ കുമ്മാട്ടിക്കളിയെ പറ്റി ഞാൻ അങ്ങനെ അല്ലല്ലോ പറഞ്ഞിട്ടുള്ളത്. സോ ഇഫ് യു വോണ്ട് ടു കമ്പയർ ജസ്റ്റ് മൈ വേർഡ്സ് ഓവർ ഹിയർ, ഐ ഹവ് ഓൾവേസ് സ്റ്റേ ട്രൂ ടു മൈ വേർഡ്സ്. ഞാൻ സത്യം പറഞ്ഞിട്ടുള്ളൂ, ഈ സിനിമയ്ക്ക് ഞാൻ സത്യം പറയുന്നുള്ളൂ. പക്ഷേ അഗൈൻ JSK ഓർ കുമ്മാട്ടിക്കളി സമയത്ത് ഞാൻ ഇങ്ങനെയൊന്നും ഇരുന്നിട്ടില്ല. ഇതിലെനിക്ക് അത്രയും വാലിഡ് റീസൺ തോന്നിയോണ്ടാണ്. ഇത്രയും കാരണങ്ങൾ സംഭവിക്കുന്നത് എനിക്ക് എസ്റ്റാബ്ലിഷ് ആയി, ഇങ്ങനെ സംഭവിക്കുന്നുണ്ട്, തെളിവ് കിട്ടുന്നുണ്ട്. ഇറ്റ് ഹേർട്സ് at a point when you know you're not fighting a natural cause, this is a little artificial എന്ന് അറിയുമ്പോഴത്തേക്ക് ഒരു വേദന ഒരു മനുഷ്യന് വരും. I don't want anyone to go through that. Whatever my problems are not the biggest problems on earth. എന്നെക്കാളും അനുഭവിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് വേറെ രീതിയിൽ ജീവിതത്തിൽ. പക്ഷേ ഞാൻ ഒരു ജോലി ചെയ്തു പോകാൻ നോക്കുവാണ്, അതിന് പോലും മര്യാദയ്ക്ക് പറ്റുന്നില്ല എന്നുള്ള എൻ്റെ വിഷമം എനിക്ക് വാലിഡാണ്. അത്രേ ഉള്ളൂ. I just want to break out of that. അല്ല, ഈ ക്രിറ്റിസിസം അത് അങ്ങനെ ഭയങ്കരമായിട്ട് ഏറ്റെടുക്കുന്ന വ്യക്തിയാണ് എനിക്ക് തോന്നിയിട്ടില്ല. ഇപ്പൊ ഈ ഞങ്ങൾ അനാഥരാൻ ഡയലോഗ് വെച്ചാണെങ്കിൽ പോലും യു ടുക്ക് ഇറ്റ് ലൈക്ക് ഒരു ഫണ്ണായിട്ട് നിങ്ങൾ ഒരുപാട് കൂട്ടുകാരിടുന്നു, നിങ്ങൾ ചില്ല ചെയ്ത് വേറെ പാട്ടാക്കി. അതിന്റെ സൗണ്ട് ഡിസൈനർ തന്നെ പറഞ്ഞു, ഡബ് ചെയ്തിട്ട് നമ്മൾ എഡിറ്റ് ചെയ്തപ്പോൾ ഇങ്ങനെയല്ല, തിയേറ്ററിൽ വന്നപ്പോൾ എന്താ സംഭവിച്ചെന്ന് നമുക്ക് അറിയത്തില്ല. ഇത് ഞാൻ പറഞ്ഞതല്ല, അത് ആശിഷ് ചേട്ടൻ പറഞ്ഞാണ് എൻ്റെ അടുത്ത്. അഗൈൻ വെരി റെലവൻറ്റ് ഹിയർ, ബട്ട് ഇറ്റ് ഈസ് റെലവൻറ്റ് ബിക്കോസ് ഞാൻ പറയുന്നത് ക്രിറ്റിസിസം യു ആർ റെഡി ടു ഫേസ്. ഞാൻ പറയുന്നത് അത് സന്തോഷത്തോടെ സ്വീകരിക്കാൻ റെഡിയാണ്. That's the only thing that's going to make me better. And I want to get better. Okay, so from an actor's perspective ചോദിക്കുകയാണ്, ഇത് ഇനി വീണ്ടും ഷൂട്ട് ചെയ്യുക, ഇത് നിങ്ങൾ ഇനിയിപ്പോൾ വീണ്ടും ഇത് കഥ ഉണ്ടാക്കണമല്ലോ, ഇതിപ്പം മാറ്റി എഴുതുക, ഇത് എന്ന് പറഞ്ഞാൽ അത് ഷൂട്ടിംഗ് മാത്രമല്ല, ഷൂട്ടിംഗ് കഴിഞ്ഞ് എഡിറ്റിംഗ് ഉണ്ട്, അത് കഴിഞ്ഞ് എവറി സിംഗിൾ ഗ്രാഫിക്കൽ ആസ്പെക്ട്, എവറി സിംഗിൾ ഓഡിയോ ആസ്പെക്ട്, ഇതിൻ്റെയൊക്കെ സ്റ്റിച്ചിങ്, ഇതെല്ലാം വീണ്ടും ഒരു 2-3 മാസത്തെ പണി നമ്മൾ ഇനിയും ചെയ്യാനുണ്ട്. അത് നമ്മൾ മാക്സിമം we're running out of time. We have a limited time. മുന്നോട്ട് തന്നെയാണ്, അതിൽ മാറ്റം തീർച്ചയായിട്ടും നമുക്ക് പിന്നോട്ടൊരു പോക്കില്ല. ബിക്കോസ് we owe that to the general population, we owe that to the crowd who enjoys cinema for its true value. നമ്മൾ വെറുതെ ഒരു കാര്യമില്ലാതെ ഒരു വർക്കും ഇത്രയും കാശും കളഞ്ഞൊന്ന് പ്രസന്റ് ചെയ്യാൻ നിൽക്കുകയല്ല. We have done something. അത് ഫെയർ ആയിട്ട് പ്രേക്ഷകനിലോട്ട് എത്തിയിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ I don't think so. അത് ഫെയർ ആയിട്ട് എത്തുമെന്നുള്ളൊരു കൺവിക്ഷൻ നമുക്ക് കിട്ടുമ്പോൾ, ലൈക്ക് ഹീ സെഡ്, whether it's with the case or whether it's with presenting this to the chief minister, നമുക്കൊരു ഫെയർ ഗ്രൗണ്ട് ആയിരിക്കും എന്നുള്ള കൺവിക്ഷൻ കിട്ടുമ്പോഴത്തേക്കും നമ്മൾ ഈ സിനിമ ഇറക്കിയിരിക്കും. ബിക്കോസ് we want the people to see this film. Okay, what is your definition of this fair? എങ്ങനെ ഫെയർ? ഫെയർ ആസ് ഇൻ ഈ പറയുന്ന പോലെ എൻ്റെ സിനിമ ഇറങ്ങി ഇപ്പം 2ാമത്തെ തവണ നമ്മൾ വീണ്ടും ആ പ്ലോട്ട് ചേഞ്ച് ചെയ്ത് ഇറക്കുമ്പോഴത്തേക്കും ഇത് കണ്ടിട്ട് വീണ്ടും അടുത്ത ദിവസം യൂട്യൂബിൽ ഒരു റിവ്യൂ വന്ന് അത് 1 മണിക്കൂറിൽ കൂടെ കിടക്കാതിരിക്കുമോ എന്നുള്ള ഒരു ഒബ്സർവേഷൻ. ഇങ്ങനെ ഓൾറെഡി നമ്മളൊരു ഹിസ്റ്ററി വെച്ചല്ലേ പോകുന്നത്. an extra eye on our film just to make sure nothing like this happens. Okay. If that's possible. കാര്യം ഓൾറെഡി അനുഭവിച്ചേ, ഇനി അനുഭവിപ്പിക്കാതിരിക്കാനുള്ളൊരു സപ്പോർട്ട് ഇവിടുത്തെ സൈബർ വിങ്ങിൽ നിന്നാണെങ്കിലോ അല്ലെങ്കിൽ ഗവൺമെൻറ് സൈഡിൽ നിന്നാണെങ്കിലോ നമുക്ക് അറിയത്തില്ല എവിടെ പോയി ചോദിക്കേണ്ടതെന്ന്. എല്ലായിടത്തും ചോദിക്കുമോ, ഒന്ന് സപ്പോർട്ട് ചെയ്യുമോ, ഒന്ന് ഫെയർ ആയിട്ട് നമുക്കിത് ഇറക്കിത്തരാം, ഇതേപോലത്തെ കാര്യങ്ങൾ.
സിനിമ ഇറക്കാത്ത രാജ്യങ്ങളിൽ ആൾക്കാർ കണ്ട് റിവ്യൂ ഇടുന്ന കാര്യങ്ങൾ. ഇതില്ലാതെ എൻ്റെ സിനിമേനെ ക്രിട്ടിസൈസ് ചെയ്യുന്നതിൻ്റെ കമൻറ്റിൽ ഒരു 5 സെൻറ്റൻസ് കാണും ആ ഒരെണ്ണത്തിൽ. അതിലെ 2ാമത്തെ 4ാമത്തെയും സെൻറ്റൻസ് BJPനെയോ എൻ്റെ അച്ഛനെയോ എൻ്റെ കുടുംബത്തിനെയോ പറയാതെ എൻ്റെ സിനിമയെ മാത്രം ഒന്ന് പറഞ്ഞ് അങ്ങനെ പോകുന്നൊരു രീതി. ഇതിലൊരു കൺവിക്ഷൻ ഏതെങ്കിലും ഒരു കാര്യത്തിലെങ്കിലും നമുക്കൊരു സ്ട്രെങ്ത് കിട്ടിക്കഴിഞ്ഞാൽ വി ആർ ഡെഫിനറ്റ്ലി ബ്രിങ്ങിങ് ദിസ് ഫിലിം ഔട്ട് ഫോർ ദ പീപ്പിൾ. അഗൈൻ വി ഓ ദാറ്റ് ടു ദ ക്രൗഡ്. കാര്യം എന്നെ വിശ്വസിച്ചോ അനിലേട്ടനെ വിശ്വസിച്ചോ സുഹൃത്താറിനെ വിശ്വസിച്ചോ 10 ആൾക്കാരോ 100 ആൾക്കാരെങ്കിലും തിയേറ്ററിൽ കയറിയിട്ടുണ്ടെങ്കിൽ അവർ പോയി അയ്യോ നമ്മളിത് കണ്ടുപോയല്ലോ എന്ന് തോന്നൽ വന്നാൽ പോലും നമുക്കത് ഇറ്റ് ഹേർട്സ്. സോ വി ഗോണ ഫിക്സ് ദാറ്റ്. എവറി സിംഗിൾ പേഴ്സൺ മാറ്റേഴ്സ് ഈ കാണുന്നത്. ആൻഡ് ഫോർ ഈച്ച് ആൻഡ് എവറി സിംഗിൾ വൺ ഓഫ് ദം നമ്മുടെ ബെസ്റ്റ് പ്രോഡക്റ്റ്, നമ്മുടെ മോസ്റ്റ് എൻ്റർടൈനിങ് പ്രോഡക്റ്റ് എന്നും എൻ്റെ ടീം കൊടുക്കാൻ നോക്കും. ആൻഡ് ആസ് ഫോർ മീ, ഈവൻ ഇഫ് 1 person supports me, if 1 person believes in me, I will keep trying this. I'll keep trying this. I'll keep trying to get better. That's it. Okay. ഇല്ലേട്ടാ, എന്തായിരുന്നു മാധവനെ കാസ്റ്റ് ചെയ്യാനുള്ള കാരണം? മാധവനെ നമ്മൾ തീരുമാനിക്കാൻ കാരണം എന്ന് വെച്ചാൽ സിനിമയെക്കുറിച്ച് വ്യക്തമായ കാഴ്ചപ്പാടുള്ള ചെറുപ്പക്കാരനാണ്. അത് ഫസ്റ്റ് തിങ്. പിന്നെ കോപ്പറേറ്റീവ് ആണ്, ഓണസ്റ്റ് ആണ്, പിന്നെ ഈ പറഞ്ഞ മാതിരി പങ്ക്ച്വലാണ്. ഓക്കെ, അപ്പോൾ നമ്മുടെ വർക്കുമായിട്ട് മാക്സിമം സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പം അത് തന്നെയാണ് മാധവനെ തിരഞ്ഞെടുക്കാനായിട്ടുള്ള കാര്യം. ഇതിനു മുന്നേ ഞാൻ ഇതേമാതിരി നമുക്ക് ഇതിൽ ശരിക്കും എന്ന് പറഞ്ഞാൽ 24 years ഓൾഡായിട്ടുള്ള ഒരു യൂത്താണ് സെൻട്രൽ ക്യാരക്ടർ. അപ്പം നമ്മൾ ഇതിന് പുറമേ ആദ്യം വേറെ 1-2 പേരെയൊക്കെ സമീപിക്കുകയും അപ്പോൾ അവരുടെയൊക്കെ ഒരു രീതികളൊക്കെ വെച്ച് നോക്കിയപ്പോൾ മാധവുമായിട്ട് സംസാരിച്ചപ്പോൾ ശരിക്കും മാധവാണ് ഇതിന് യോഗ്യൻ എന്ന് തോന്നുകയും അതനുസരിച്ച് തീരുമാനിക്കുകയാണ് ചെയ്തത്. അതിലുപരി ഇത് ഞാൻ മാത്രമല്ല, സുജിത് എസ് നായർ എന്ന് പറയുന്ന ആളാണ്, പുള്ളിയാണ് ഇതിൻ്റെ ഡയറക്ടർ. ഇതിൻ്റെ സ്ക്രിപ്റ്റ് എന്ന് പറയുന്നത് ഞാനും സുജിത്തും കൂടെ ചേർന്നാണ് എഴുതുന്നത്. ഇതിനെല്ലാം ഉപരി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ മുതൽ മുടക്കെന്ന് പറയുന്നത് എൻ്റെ സൈഡും സാമൂലേട്ടൻ്റെ സൈഡും ആണെങ്കിലും ഒരു ഡയറക്ടർ എന്തോരം എഫേർട്ട് എടുക്കുന്നെന്ന് പറഞ്ഞാൽ ഞാൻ കഴിഞ്ഞാൽ ഇതിൻ്റെ മണി എന്നുള്ള കാര്യം കഴിഞ്ഞാൽ ഇതിൻ്റെ മൊത്തം കാര്യങ്ങളും നോക്കുന്നത് ഒരു ഡയറക്ടറാണ്. അപ്പം പുള്ളി വർഷങ്ങളായിട്ട് ഒരു സിനിമയ്ക്ക് വേണ്ടി പ്ലാൻ ചെയ്യുന്നു, അത് ഓഡിയൻസിന് എത്തിക്കുക എന്നുള്ള വലിയൊരു ദൗത്യം പൂർത്തീകരിച്ച് ഇത് അവിടെ എത്തിച്ച് കഴിയുമ്പോൾ വെറും 2.5 മണിക്കൂർ ഫസ്റ്റ് ഷോ കഴിഞ്ഞ്, അല്ലെങ്കിൽ 2 മണിക്കൂർ ഫസ്റ്റ് ഷോ കഴിഞ്ഞിട്ട് ഇതിനെ തകർക്കുക എന്ന് പറയുന്നത് ഒരു ഡയറക്ടറുടെ ലൈഫിനെ ഇല്ലാതാക്കുന്നു, ഒരു പ്രൊഡ്യൂസറുടെ ലൈഫിനെ ഇല്ലാതാക്കുന്നു. ഏതെല്ലാം രീതിയിലാണ് ബുദ്ധിമുട്ട്. അപ്പോൾ ഇത് ശരിക്കും ഇവർക്ക് ആരാണ് ഇതിന് അധികാരം കൊടുത്തിരിക്കുന്നത്? അവർക്ക് അങ്ങനെ ഒരു പോസ്റ്റ് ഗവൺമെൻറ് അലോ ചെയ്തിട്ടുണ്ടോ? ഇന്ന സിനിമ കണ്ടിട്ട് അതിൻ്റെ സ്റ്റോറി പറയണം, അതിൻ്റെ ക്ലൈമാക്സ് പറയണം, അതിൻ്റെ ക്യാരക്ടർ റിവീൽ ചെയ്യണം. ഇവർക്ക് അങ്ങനെ ആരെങ്കിലും അധികാരം കൊടുത്തിട്ടുണ്ടോ? അല്ല, അതിനെതിരെയുള്ള അതും ആൻറ്റി പൈറസിയുടെ അടിയിലല്ലേ വരുന്നത്. ഇൻഫർമേഷൻ അബൌട്ട് എ ഫിലിം ഗോയിങ് ഔട്ട്, എസ്പെഷ്യലി ത്രില്ലർ, അതായത് സബ്ജക്റ്റ് തന്നെയാണ് അതിൻ്റെ പ്ലോട്ട് തന്നെ റിവീൽ ചെയ്യുന്ന പോലെ പോയി കഴിഞ്ഞാൽ അതിനെതിരെയുള്ള ക്രിയേറ്റീവ് ലോസ് ഇല്ലേ ഇപ്പോൾ അത് പ്രൊട്ടക്ട് ചെയ്യാനായിട്ട്? ഇഫ് ഐ എം നോട്ട് റോങ്, എനിക്ക് അതിൻ്റെ ലീഗൽ ടേം അറിയത്തില്ലെന്നേ ഉള്ളൂ, ബട്ട് ദർ ഈസ് എ ലോ ടു പ്രൊട്ടക്ട് ദിസ്, ടു പ്രൊട്ടക്ട് ഫിലിം മേക്കേഴ്സ് ആൻഡ് പ്രൊഡ്യൂസേഴ്സ്. ദർ ഈസ് എ ലോ. നടപടിയായിട്ട് മുന്നോട്ട് പോകും. ഉറപ്പായിട്ടും, തീർച്ചയായിട്ടും അത്തരത്തിൽ നടപടിയായിട്ട് മുന്നോട്ട് പോവുക എന്നുള്ളത് തന്നെയാണല്ലോ നമ്മുടെ ഉദ്ദേശം. വി ആർ നോട്ട് ഡൂയിങ് ദിസ് ജസ്റ്റ് ഫോർ അസ്. നമ്മൾ അനുഭവിച്ച ഈ വേദന വേറെ ആരും ഇനി അനുഭവിക്കാൻ പാടില്ല. ബട്ട് അത് എത്രത്തോളം നടക്കുമെന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. ബട്ട് വിൽ കീപ് ട്രൈങ്. ഇനിയും ട്രൈ ചെയ്യേണ്ടി വന്ന 100 തവണയല്ല, 1000 തവണയല്ല, 1,00,000 തവണയിൽ ഞാൻ ട്രൈ ചെയ്യും. But I don't want to try for this more than once, because ഇത് ഭയങ്കര അൺഫെയർ ആണെന്ന് വളരെ ക്ലിയർ ആയിട്ട് നമ്മളിവിടെ പ്രൂവ് ചെയ്തിട്ടുണ്ട്. നമ്മൾ മാത്രമല്ല ഇതിന് വിക്ടിംസ് ആയിട്ടുള്ളത്. എത്ര നല്ല ഫിലിം മേക്കേഴ്സിനെയാണ് മലയാളത്തിന് കിട്ടാതെ പോയത്, അല്ലെ എത്ര നല്ല ആക്ടേഴ്സിനെയാണ് മലയാളത്തിന് ഒരു പോയിന്റ് വരെയെങ്കിലും കിട്ടാതെ പോയത്, ബിക്കോസ് ഓഫ് ദിസ് അൺഫെയർ ക്രിറ്റിസിസം, അൺഫെയർ insults. I wouldn't say criticism, because criticism is always nice. This unfair treatment. ഞാൻ മാധവനെ കാസ്റ്റ് ചെയ്തു, മാധവ് ഷൂട്ടിങ്ങിനൊക്കെ വന്നു. ഓക്കെ, അപ്പം മാധവ് എല്ലാം 100% പെർഫെക്റ്റ് ആയിട്ട് ചെയ്തു എന്ന് ഞാനും പറയുന്നില്ല, എൻ്റെ ഡയറക്ടറും പറയത്തില്ല. ഓക്കെ, അപ്പോൾ അത് പറയാൻ തന്നെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മൂക്ക ഒരിക്കൽ പറഞ്ഞിട്ടുണ്ടെന്ന് ഞാൻ കേട്ടിട്ടുണ്ട്. അതായത് എൻ്റെ പഴയ മൂവീസ്, ആദ്യകാലങ്ങളിലുള്ള മൂവീസ് കാണുമ്പോൾ എനിക്ക് തന്നെ ഒരു ഷെയിം തോന്നുന്നത് എന്ന് വെച്ച് കഴിഞ്ഞാൽ എക്സ്പീരിയൻസ് കൊണ്ട് നമ്മൾ ഉയരങ്ങളിലെത്തും. ഞാൻ അത്തരത്തിൽ മാധവിൽ പൊട്ടൻഷ്യൽ ഉണ്ടെന്ന് ഞാൻ കാണുന്നുണ്ട്.
ഉറപ്പാണ്. അപ്പം നിങ്ങളുടെ ആ ഒരു പോരാട്ടമായി അക്സെപ്റ്റഡ്, അത് മുന്നോട്ട് പോട്ടെ. ആൻഡ് മാധവ് പറഞ്ഞ പോലെ ഐ ഹോപ്പ് it turns out well. And I hope we get the support we need from our brothers in the film fraternity, our brothers and sisters in the film fraternity. This is, as much as this is for us, this is also for them, to make sure that their films, ഇനി അവരുടെ സിനിമകൾ വരുമ്പോൾ ഇങ്ങനത്തെ തലവേദനകൾ ഉണ്ടാവാതിരിക്കാൻ. അങ്ങനത്തെ തലവേദന ഉണ്ടാകാതിരിക്കാം. പക്ഷേ ഒരു ഫൺ നോട്ടിൽ ഞാൻ അവസാനിപ്പിക്കാം. ഐ ജസ്റ്റ് വാണ്ട് ടു ആസ്ക് യു ജസ്റ്റ് 2 questions if I meet you in somewhere in person. One, Ronaldo, if you're watching, and second, Hey, he's playing in the 2026 World Cup. And second, 2026 World Cup-നെ പറ്റിയാണ്. എത്ര വയസ്സിലാണെന്ന് എനിക്ക് ഓർമ്മയില്ല. You said that you want to play in 2026 World Cup. അത് അടുത്ത മാസം വരുന്നുണ്ട്. Your thoughts on both of these? ഫുട്ബോൾ നടന്നില്ല, ഇവിടെ വന്നപ്പോൾ സിനിമയിലോട്ട് കയറി, ഇപ്പൊ അതിൽ കഷ്ടപ്പെട്ട് പിടിച്ചു പോകാൻ നോക്കുന്നു. സോ ദാറ്റ്സ് വേർ ഐ ആം റൈറ്റ് നൗ. ഫുട്ബോൾ ഒന്ന് മാറ്റി വെച്ചിരിക്കുക. അത് ഞാനും കണ്ടു. മാധവ് പറയുന്നത് എന്റെ ജീവനാണ് ഫുട്ബോൾ. അതൊന്നും ആണ് എന്റെ നമ്പർ 1 എന്നും ഫുട്ബോൾ. Which is your favorite team? Manchester United. Oof, that's gonna get like 13 years worth of trolls now. 13 വർഷമായി പറഞ്ഞ അലക്സ് ഫെർഗ്യൂസന്റെ സമയത്തുണ്ടായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു. മിസ് ചെയ്യുന്നു ആ കാലം. I mean, in the World Cup 100% Portugal. Yes. Till the day that man retires, I will back him. എൻ്റെ ലൈഫിൽ എനിക്ക് ഒരുപാട് സ്ട്രെങ്ത് വന്നിട്ടുള്ള ഒരു, നമ്മൾ ചിലവരെ കണ്ട് ഇൻസ്പിറേഷൻ എടുക്കത്തില്ല, അതുപോലെ ഒരാളാണ് ക്രിസ്ത്യാനോ റൊണാൾഡോ. ഹീസ് ഹാഡ് ടു ഫൈറ്റ് ത്രൂ ഫാർ വേഴ്സ് ദൻ ഐവ് ഈവൻ ഗോൺ ക്ലോസ് ടു. അദ്ദേഹത്തിന്റെ ജേർണി എന്തായിരുന്നു? ഐ ടേക്ക് ഇൻസ്പിറേഷൻ ഫ്രം ദാറ്റ്. ഇഫ് ഹീ കൻ ഡു ഇറ്റ്, ഐ ക്യാൻ ടു. അതുപോലെ യു ആർ സ്ട്രൈവിംഗ് ഫോർ. അതിനി എനിക്ക് പറ്റിയില്ലെങ്കിലും ഐ കീപ് ട്രൈങ്. That's what he's always kept trying to be the best. And now he is the best. You believe he is the best? Oh, he is the best. And we were still in the Premier League at 37. and he understood. Yeah, so വലിയൊരു പോരാട്ടമാണ് നമ്മൾ ഈ സിനിമയിലേക്ക് വരുമ്പോഴേക്കും. അത് മുന്നോട്ട് തന്നെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ആ മുന്നോട്ട് വെച്ച സ്റ്റെപ്പ് പുറകിലോട്ട് പോവാതിരിക്കുക എന്ന് ഞാനും ആത്മാർത്ഥമായിട്ട് ആഗ്രഹിക്കുന്നു. ഞാൻ അത് തന്നെയാണ് നിങ്ങളുടെ ഫിലിം ഫ്രെറ്റേണിറ്റിയിൽ നിങ്ങൾക്ക് കിട്ടേണ്ട സപ്പോർട്ട് നിങ്ങൾക്ക് ഉണ്ടാകുമെന്ന ആത്മാർത്ഥമായ പ്രതീക്ഷയോടെ. താങ്ക് യു സോ മച്ച്. ലാസ്റ്റ് ഫൈനലി നിങ്ങൾ 8-ാം തീയതി ഇറക്കി, 13-ന് വലിച്ചു, പല ആളുകൾക്കും കാണാൻ പറ്റിയിട്ടുണ്ടാവില്ല. വാട്ട് ഈസ് യുവർ ഹോപ്പ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് പ്രേക്ഷകർക്ക് കൊടുക്കാൻ പറ്റുന്ന ഹോപ്പ് എന്താണ്? By August, September, we'll deliver the product that we promised. We'll do our best for that. ആ ടൈമിനുള്ളിൽ വീണ്ടും തിയേറ്ററിലേക്ക് എത്തും. ഒരു ഫെയർ ഓപ്പർച്യൂണിറ്റി ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കും. We'll hope for it, we'll work towards that. August to September, we'll come out with our product. And to the ഒരു പ്രേക്ഷകനോട് പറയാനുള്ളത് എനിക്ക് ഇത്രയേ ഉള്ളൂ. അത് കണ്ടു കഴിഞ്ഞാൽ അതിനെപ്പറ്റി അഭിപ്രായം പറയുക. കണ്ടില്ലെങ്കിൽ പ്ലീസ് അവഹേളിക്കരുത്. പല ആൾക്കാരുടെ ജീവിതവും ജോലിയും വെച്ചാണ് കളിക്കുന്നത്. പ്ലീസ് കാണാതെ അവഹേളിക്കാതിരിക്കുക. എനിക്ക് ഈ യൂട്യൂബേഴ്സിനോടാണ് പറയാനുള്ളത്, നിങ്ങൾ ദയവ് ചെയ്ത് റിയൽ ഓഡിയൻസിന് അവസരം കൊടുക്കുക സിനിമയുടെ പോസിറ്റീവും നെഗറ്റീവും പറയാനായിട്ട്. അല്ലാതെ നിങ്ങൾ മൊത്തമായിട്ട് അങ്ങ് എടുത്തുകൊണ്ട് ഞാൻ പറയും നിങ്ങൾ പോയി കണ്ടോണം, ആ ഇതങ്ങ് മാറ്റി വെച്ചാൽ സിനിമ വ്യവസായം തന്നെ കുതിക്കും, മലയാളം ഇൻഡസ്ട്രി. നേരത്തെ എനിക്ക് ഒരു പോയിന്റ് ആഡ് ചെയ്യാനുണ്ട്. I believe in freedom of speech. It shouldn't be abused for a biased cause. അത്രേ ഉള്ളൂ. വ്യക്തിപരമായ ഒരു അഭിപ്രായം കൊണ്ട് ഒരു പ്ലാറ്റ്ഫോം ഉള്ള ആൾ മറ്റേ ആൾക്കാരെ മാനിപ്പുലേറ്റ് ചെയ്യാൻ പാടില്ല. ഞാൻ ഇതുവരെ ചെയ്യാൻ നോക്കിയിട്ടുമില്ല, ഇനി ചെയ്യത്തുമില്ല, ചെയ്തിട്ടുമില്ല. സോ ദാറ്റ് ഷുഡ്ന്റ് ബി അലൗഡ്. ബയസ് ഷുഡ് നെവർ ബി എ പാർട്ട് ഓഫ് കൊമേഴ്ഷ്യൽ സ്ട്രീമിംഗ്. ഇൻഫ്ലുവൻസ് ചെയ്യരുത് ആൾക്കാരെ. ലെറ്റ് ദം ഹാവ് ദർ ഓൺ പെർസ്പെക്റ്റീവ്. ദാറ്റ്സ് ഇറ്റ്. അബൌട്ട് എവറിത്തിങ്, നോട്ട് ജസ്റ്റ് അബൌട്ട് ഫിൽംസ്. Let people use their own brain. Let them have the capacity to think. Let them use that capacity to think. I mean, munne manipulate ചെയ്യല്ല, especially when you have credibility. ഇത് ഇപ്പോൾ അടുത്തൊരു പടത്തിൽ പറഞ്ഞ പോലെ എല്ലാവർക്കും അഭിപ്രായം ഉണ്ടാകും, പക്ഷെ നിങ്ങളുടെ അഭിപ്രായം നിങ്ങളുടേത് മാത്രമായിരിക്കണം. അതാണ് അല്ല നിങ്ങളുടെ അഭിപ്രായം സത്യസന്ധമാണെങ്കിൽ, അത് വേറൊരാളെ ദ്രോഹിക്കാനല്ലെങ്കിൽ, ആ സത്യസന്ധമായുള്ള അഭിപ്രായം പറയണം. എന്നാൽ ഇതേപോലെ കാശ് വാങ്ങി അഭിപ്രായം പറയുന്ന ആൾക്കാരുടെ വില അതിലോട്ട് ഒതുങ്ങിക്കോളും. If anything, I want the real people to speak up more. കുറ്റം പറഞ്ഞു, പക്ഷെ ഓണസ്റ്റ് ആയിട്ട് പറയുന്ന കുറ്റം എനിക്ക് കണ്ടാൽ മനസ്സിലാവും. ഞാൻ അതിൽ നിന്ന് ബെറ്റർ ആകും. ഞാൻ അത് കേട്ട് ഞാൻ അതിലേ ചേഞ്ചസ് വരുത്തി ഞാൻ പഠിക്കും. They also have the power to silence these people. സത്യത്തിൽ സാധാരണ ഓഡിയൻസിന് ഇത് അറിയത്തില്ലല്ലോ. ഇവന്മാര് 1 ലക്ഷം എന്നോട് ചോദിച്ചു, ഞാനിപ്പോൾ വേറൊരു മൂവിക്ക് 12 ലക്ഷം വാങ്ങിയെന്നാണ് അറിയുന്നത്. ഇത്തരത്തിൽ പിന്നെ പേയ്മെന്റ് വാങ്ങിക്കൊണ്ടാണ് റിവ്യൂ ഇടുന്നതെന്ന് സാധാരണ ഓഡിയൻസ് അറിയുന്നില്ല. ഇവരെ വിശ്വസിക്കുകയാണ് അവർ. അതാണ് ആക്ച്വലി സംഭവിക്കുന്നത്. അതുവഴി നഷ്ടം ഉണ്ടാകുന്നതെന്ന് പറഞ്ഞാൽ ഓഡിയൻസിനും നഷ്ടമാണ്. നല്ല സിനിമ കാണാതെ പോകുന്നു.
ഓക്കെ അല്ലേ? മനസ്സിലായി. അപ്പോൾ അത്തരത്തിൽ ഉണ്ടാകരുതെന്നുള്ളതാണ് നമ്മുടെ ആവശ്യകത. അപ്പോൾ ആ ആവശ്യങ്ങൾ നടക്കട്ടെ, നിങ്ങളുടെ പോരാട്ടം മുന്നോട്ട് പോകട്ടെ. താങ്ക് യു സോ മച്ച്. താങ്ക് യു സോ മച്ച്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.